بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദനീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സ്നേഹപ്രപഞ്ചം 15ാം വർഷ പ്രോഗ്രാമുകൾ 4ാം ദിവസത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നാം പറഞ്ഞു വരുന്ന ബുറുദയുടെ ഈരടികളെ പരിചയപ്പെട്ടുകൊണ്ട് 3ാം ദിവസത്തെ വിഷയാവതരണത്തിലാണ് നാം ഇപ്പോൾ പ്രാരംഭം കുറിക്കുന്നത്. ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോരോ വിശേഷണങ്ങളെയും ഏറ്റെടുക്കുകയും പരിചയപ്പെടുത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തന ലോകത്ത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹൃദയ സാന്നിധ്യം കൊണ്ട് തുടങ്ങി ഒരു അനുരാഗിയുടെ ഹൃദയത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്ന് കൃത്യമായി ഇമാം അവർകൾ അടയാളപ്പെടുത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാത്തവനും ഒടുക്കമില്ലാത്തവനുമായ പരമാധികാരിയാണ് അല്ലാഹു തആല. പരമാധികാരിയായ അല്ലാഹുവിന് തീരുമാനമുണ്ടായി സൃഷ്ടികർമ്മം നടത്താൻ. പരമാധികാരിക്ക് എങ്ങനെയും ആലോചിക്കാം. അവൻ സൃഷ്ടിപ്പിനെ തീരുമാനിച്ചു. ആദ്യമായി സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ, ആത്മാവിനെ, പ്രഭാവത്തെ, ഒളിവിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം പടക്കപ്പെട്ടത് മുതൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് അവിടുന്നുള്ളത്. അതുകൊണ്ടാണ് അന അവ്വലുൽ മുസ്ലിമീൻ, ആദ്യത്തെ വിശ്വാസി അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുവല്ലോ,
ആദ്യമായി അല്ലാഹു തആല പടച്ചത് നൂറ നബിയിക യാ ജാബിർ, ഓ ജാബിറെ, നിങ്ങളുടെ പ്രവാചകന്റെ പ്രഭാവത്തെയാണ് ആദ്യം അല്ലാഹു പടച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്താവിച്ചതായി മഹാന്മാരായ ഇമാമുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അന നബിയുൻ വ ആദമു മുൻജദിലുൻ ഫീ ത്വീനതിഹി. ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടം അപ്പോൾ തന്നെ ഞാൻ നബിയാകുന്നു. ലോകത്തേക്ക് അവസാനമായി നിയോഗിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആദ്യമായി അല്ലാഹു തആല പടച്ചത് അർ-റൂഹുൽ മുഹമ്മദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിനെയാണ്. അല്ലാഹുവിന് ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിപ്പിന്റെയും ആദ്യത്തെ കാരണമായി ഒരു സൃഷ്ടിയെ നിശ്ചയിക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാകുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ വിശേഷങ്ങൾ ഓരോന്നും എണ്ണിപ്പറയുമ്പോൾ ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു ആ പ്രേമലോകത്ത് ചേർന്ന് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനുഷിക അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളെ പരാമർശിക്കുകയാണ്. ഒരുപാട് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോക സമക്ഷത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അമ്പിയാക്കന്മാരിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങൾക്കാണ് മുഅ്ജിസാത്തുകൾ എന്ന് പറയുന്നത്. ഔലിയാക്കന്മാരിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങൾക്കാണ് കറാമത്തുകൾ എന്ന് പറയുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് മുഅ്ജിസാത്തുകളുണ്ട്. സമാനമായത് വേറെ ആർക്കും കൊണ്ടുവരാൻ കഴിയാത്ത വിധം അത്ഭുതമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റ് അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തുകൾ പലതും മുറിഞ്ഞുപോയി, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ബോധ്യമായിട്ടുള്ളൂ. പിൽക്കാലത്ത് അത് ഉദ്ധരിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് മാത്രം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തായിരുന്നു അവിടുത്തെ പക്കലുണ്ടായിരുന്ന വടിയിട്ടാൽ അത് പാമ്പായി മാറുക. ഖുർആൻ പറഞ്ഞതാണ്. അത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ബോധ്യമായി. പിന്നീടുള്ള ആളുകൾക്ക് അതിന്റെ റിപ്പോർട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. മറ്റുള്ള അമ്പിയാക്കന്മാരുടെ മുഴുവൻ മുഅ്ജിസത്തുകളും മുറിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകൾ മുറിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾക്ക് മാത്രമുണ്ട് എന്ന് ഇമാം ഖാദി ഇയാദ് തങ്ങൾ അശ്ശിഫയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള അത്ഭുതങ്ങളിലേക്ക് മഹാനരായ ഇമാം ബൂസീരി തങ്ങൾ നമ്മെ വിളിക്കുകയാണ്. ദഅനി വവസ്ഫിയ ആയാതിൻ ലഹു ലഹറത് ളുഹൂറ നാരിൽ ഖിറാ ലൈലൻ അലാ അലമി فالدر يزداد حسنا وهو منتظم وليس ينقص قدرا غير منتظم فما تطاول آمال المديح إلى ما فيه من كرم الأخلاق والشيم آيات حق من الرحمن محدثة قديمة صفة الموصوف بالقدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم
മഹാനരായ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പറയാണ്, ദഅനി വവസ്ഫിയ ആയാതിൻ ലഹു ലഹറത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ഭുതങ്ങളെ ഞാനൊന്ന് വിശദീകരിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കുവിൻ. ഒരു കവിയുടെ കാൽപ്പനിക ഭാവത്തിലും അലങ്കാര സ്വഭാവത്തിലും മഹാനായ ബൂസീരി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ദഅനി വവസ്ഫിയ ആയാതിൻ ലഹു ലഹറത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പ്രകടമായ അത്ഭുതങ്ങളെ വിവരിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കുവിൻ. ളുഹൂറ നാരിൽ ഖിറാ ലൈലൻ അലാ അലമി. എത്ര വ്യക്തമായി പ്രകടമായ ദൃഷ്ടാന്തങ്ങളാണെന്നോ. പഴയകാലത്ത് അറബ് നാട്ടിൽ സദ്യ ഒരുക്കി വെച്ചിട്ട് മലയുടെ മുകളിൽ തീനാളമുയർത്തുമ്പോൾ ആളുകൾക്കെല്ലാം അത് കാണാൻ കഴിയും എന്നതുപോലെ വ്യക്തമായി അറിയപ്പെട്ട ദൃഷ്ടാന്തങ്ങളെ ഞാനൊന്ന് പറയട്ടെ. പഴയകാലത്തെ അറബ് നാട്ടിൽ ആളുകളെ സൽക്കരിക്കാൻ വേണ്ടി സദ്യ ഉണ്ടാക്കിയാൽ ആ സദ്യ ഉണ്ടാക്കിയിരിക്കുന്നു എന്നറിയിക്കാൻ അവർ ചെയ്തിരുന്ന ഒരു മാർഗം, കുന്നിന്റെ മേലെ വലിയ തീനാളമുയർത്തും. ആ തീനാളം പരിസര നാട്ടുകാരായ മുഴുവൻ ആളുകൾക്കും കാണാൻ പറ്റും. അത് കാണുമ്പോൾ ആളുകൾക്ക് ബോധ്യമാകും അവിടെ സദ്യ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനമുള്ള കാലമല്ലല്ലോ അത്. മറ്റേതെങ്കിലും സാങ്കേതിക വികാസമുള്ള കാലമല്ല. അന്ന് ആളുകളെ ഇവിടെ സദ്യ ഒരുക്കിയിട്ടുണ്ട് എന്നറിയിക്കാനുള്ള ഉപാധി ഇതാണ്. ആ ഉപാധിയിലൂടെ അറിയിക്കുമ്പോൾ ആ തീനാളം എല്ലാവർക്കും കാണാൻ പറ്റുന്നത് പ്രകടമായ ഒരു തെളിവാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതകരമായ സംഭവങ്ങൾ ലോകത്തിന് മുഴുവനും വായിക്കാൻ പറ്റുന്ന 1000 ദൃഷ്ടാന്തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് മഹാനായ ഇമാം ബൂസീരി തങ്ങൾ ചോദിക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ ഒരു കവിയുടെ ലോകത്ത് നിന്ന് കാവ്യമായി അവതരിപ്പിക്കാൻ പോകുന്ന ആശ്ചര്യ സംഭവങ്ങൾക്ക് മുന്നേ ഒരു ജാമ്യമെടുക്കുകയാണ്. ഫദ്ദുറു യസ്ദാദു ഹുസ്നൻ വഹുവ മുൻതളിമു. രത്നങ്ങൾ കോർത്ത് മാലയാക്കുമ്പോൾ അതിന് വലിയ സൗന്ദര്യമുണ്ടാകും. വലയസ യൻഖുസു ഖദറൻ ഗൈറ മുൻതളിമി. കോർക്കാത്ത രത്നത്തിന് സൗന്ദര്യമില്ലെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അഥവാ മുഅ്ജിസത്തുകളെ കവിതയാക്കി ചൊല്ലിയില്ലെങ്കിലും എല്ലാവർക്കും ബോധ്യമാകുന്നതാണ്. അത് കവിതയാക്കി ചൊല്ലുമ്പോൾ ഒന്നുകൂടി സൗന്ദര്യമുണ്ടാകും. അതുകൊണ്ട് ഞാനൊന്ന് കവിതയാക്കി അവതരിപ്പിക്കാൻ പോവുകയാണ്. ഫദ്ദുറു യസ്ദാദു ഹുസ്നൻ വഹുവ മുൻതളിമു വലൈസ യൻഖുസു ഖദറൻ ഗൈറ മുൻതളിമി. കോർക്കാത്ത രത്നങ്ങൾ നിരത്തി വെച്ചാലും അതിന് സൗന്ദര്യമുണ്ട്. അത് കോർത്ത് വെക്കുമ്പോൾ അതിന് ഒന്നുകൂടി ഒരു മാലയുടെ, ഒരു മാല്യത്തിന്റെ സൗന്ദര്യമുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സംഭവങ്ങളുടെ ലോകം നോക്കിയാൽ മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ ദലായിലുൻ നുബുവയിൽ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിൽ ഇരിക്കുകയാണ്. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഫീ മഹ്ഫലിൻ മിൻ അസ്ഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോടൊപ്പം ഒരു സദസ്സിലിരിക്കുകയാണ്. ഇത് ജാഅ അഅറാബിയും മിൻ ബനി സുലൈം. ബനൂ സുലൈം ഗോത്രത്തിലെ ഒരു അഅറാബി അങ്ങോട്ട് കടന്നു വന്നു. ഖദ് സാദ ലബ്ബ. ഒരു ഉടുമ്പിനെ വേട്ടയാടിക്കൊണ്ടാണ് അയാൾ വരുന്നത്.
وجعله في كمه ليذهب به إلى رحله. അദ്ദേഹം അതിനെ വേട്ടയാടിക്കൊണ്ട് പൊതിഞ്ഞുകൂട്ടിക്കൊണ്ട് വരികയാണ്. തൻ്റെ ടെന്റിലേക്ക് കൊണ്ടുപോയി അത് പാചകം ചെയ്ത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. ഉടുമ്പിനെ വേട്ടയാടിക്കൊണ്ടൊരു അറാബി കടന്നു വരികയാണ്. നോക്കിയപ്പോൾ ഫലമ്മാ റഅൽ ജമാഅ, ഒരു സംഘം ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, മാ ഹാദാ, എന്താണ്, നിങ്ങൾ ആരുടെ അടുക്കലാണ് ഈ ഇരിക്കുന്നത്? അവര് പറഞ്ഞു, ഇതാണ് പ്രവാചകത്വ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള നേതാവാണ് ഇവിടെ ഇരിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാ പ്രവാചകരുടെ സദസ്സാണ്. അങ്ങനെ അദ്ദേഹം ആ സദസ്സിലേക്ക് ജനങ്ങളെ തുളച്ച് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, വല്ലാത്ത വൽ ഉസ്സാ, എന്റെ ലാത്തയും ഉസ്സയും ദൈവത്തെ തന്നെയാണ് സത്യം. അല്ലയോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം എവിടെന്നോ അറിഞ്ഞ തെറ്റുദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, നിങ്ങൾ സ്ത്രീകൾ പറയും പോലെ കുറെ വായാടിത്തരമാണോ പറയുന്നത്? നിങ്ങൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നെ ഒരു ചാടിപ്പടച്ച് പ്രവർത്തിക്കുന്ന ഒരാളെന്ന് ആളുകൾ കുറ്റപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ فقتلتك فسررت بقتلك الأسود والأحمر والأبيض وغيرهم. ഞാൻ നിങ്ങളെ കൊന്നുകളഞ്ഞിട്ട് ഈ ലോകത്ത് മുഴുവനും പ്രവാചകത്വ വാദം നടത്തിയ ഒരാളെ ഇല്ലായ്മ ചെയ്തിട്ട് ലോകത്തിന് ഞാൻ സന്തോഷം നൽകിയേനെ. നിങ്ങൾ വ്യാജ പ്രചരണമല്ലേ നടത്തുന്നത്? ഇയാളോട് ആരോ പറഞ്ഞു കൊടുത്തിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ. അത് വെച്ചുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്. അല്ല, ഞാൻ ചാടി വീണ് ബഹളം വെക്കുന്ന ഒരാളാണെന്ന് ആരെങ്കിലും എന്നെ കുറ്റപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ ഞാൻ എപ്പോഴേ കൊന്നുകളഞ്ഞേനെ എന്ന് പറഞ്ഞുകൊണ്ട് രൂക്ഷമായി ആ അറാബി സംസാരിച്ചു. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഞാൻ എഴുന്നേറ്റ് ഇയാളെ വകവരുത്തട്ടെ നബിയേ? ഇയാൾ ഇത്രയും രൂക്ഷമായിട്ടല്ലേ സംസാരിക്കുന്നത്? ഇയാൾ ക്രൂരമായിട്ടല്ലേ പെരുമാറുന്നത്? ഇയാളോട് ഞാനൊന്ന് മറുപടി പറയട്ടെ, അയാളെ ഞാനൊന്ന് കൈകാര്യം ചെയ്യട്ടെ നബിയേ? ഞാനങ്ങ് കൊന്നുകളഞ്ഞാൽ ഇയാൾ ഇത്രയും ഈ ഒരു സദസ്സിലേക്ക് വന്ന് സദസ്സിന്റെ നേതാവായ തങ്ങളെ ഇത്രയും രൂക്ഷമായി വിമർശിക്കുമ്പോൾ ഞാൻ കൈകാര്യം ചെയ്യാതെ വിടുന്നത് ശരിയല്ല. ഞാനൊന്ന് ചെയ്തോട്ടെ നബിയേ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ഉമറു അമാ അലിംത അന്നൽ ഹലീമ കാദ അൻ യകൂന നബിയാ. അല്ലയോ പ്രിയമുള്ള ഉമറേ, സഹിഷ്ണുതയുള്ള ആൾ പ്രവാചകൻ അടുക്കാനായി എന്ന് പറഞ്ഞാൽ സഹിഷ്ണുതയല്ലേ ഉത്തമമായ ഗുണം? അതുകൊണ്ട് ക്ഷമിക്കണം, സഹിക്കണം. അങ്ങനെ ഒരാൾ വിവരശൂന്യമായി കടന്നു വന്നു എന്ന് കരുതിയിട്ട് നമ്മളയാളോട് ആ രൂപത്തിൽ പ്രതികരിക്കാൻ പാടില്ല. അല്ലയോ ഉമറേ, സഹിഷ്ണുതയാണ് ഇവിടെ വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. ലോകത്തിന് മുഴുവനും നേതാവിന്റെ സദസ്സിലെ ഒരു ദൃശ്യമാണിത്. രൂക്ഷമായി പെരുമാറാൻ ക്രൂരമായി കടന്നു വന്ന ഒരാൾ വലിയൊരു സദസ്സിന് മുമ്പിൽ വെച്ച് സദസ്സിന്റെ നേതാവിനോട് പറയാണ്, ഞാൻ കൊന്നുകളയുമായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്വസിപ്പിക്കുകയാണ് അനുയായികളെ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് സമ്മതം മൂളേണ്ടതേ ഉള്ളൂ. പിന്നെ കാര്യം തീരുമാനിക്കാനുള്ള ദൃഢതയും ആരോഗ്യവുമുള്ള ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ ഉമറേ, നിങ്ങൾ ഉത്തമ ഗുണമുള്ള ആളാകണം. അതുകൊണ്ട് നിങ്ങൾ മാന്യമായിട്ടല്ലേ പെരുമാറേണ്ടത്. അയാൾ അങ്ങനെ പറയട്ടെ.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറാബിയുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, മാ ഹമലക അലാ അൻ ഖുൽത മാ ഖുൽത വഖുൽത ഗൈറൽ ഹഖി വലം തുക്രിംനി ഫീ മജ്ലിസി. അല്ലയോ അറാബിയായ സഹോദരനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് സംസാരിക്കാനുള്ള കാരണം? നിങ്ങൾ അയാഥാർത്ഥ്യമാണല്ലോ പറയുന്നത്, നിങ്ങൾ സത്യവിരുദ്ധമായ കാര്യമാണല്ലോ പറയുന്നത്. ഞാൻ ഈ സദസ്സിന്റെ നേതാവായിരിക്കെ തന്നെ നിങ്ങൾ അപമര്യാദയായിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഇതിന്റെ എല്ലാം കാരണമെന്താണ്? നിങ്ങൾ ഇങ്ങനെയെല്ലാം ഞങ്ങളോട് സംസാരിക്കാനുള്ള കാരണമെന്താണ്? ഉടനെ അയാൾ ചോദിച്ചു, എന്നോട് സംസാരിക്കുകയാണോ, എന്നോട് മറുപടി പറയുകയാണോ എന്ന് നിസ്സാരപ്പെടുത്തിക്കൊണ്ട് അയാൾ വീണ്ടും സംസാരിച്ചു. ഉടനെ അയാൾ പറയാണ്, വല്ലാത്ത വൽ ഉസ്സ, എന്റെ ദൈവങ്ങളാകുന്ന ലാത്തയും ഉസ്സയും തന്നെ സത്യം. ലാ ആമന്തു ബിക വയുമിനു ബിക ഹാദൽ ലബ്ബ്, ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ഉടുമ്പ് എപ്പോഴാണോ വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ വിശ്വസിച്ചോളാം. ഞാൻ നിങ്ങളെ അംഗീകരിക്കണമെങ്കിൽ ഞാൻ വേട്ടയാടി കൊണ്ടുവന്ന ഉടുമ്പ് വിശ്വസിക്കണം. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിന്റെ ദലായിലിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇമാം അബൂ നുഐം തങ്ങൾ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ത്വബറാനി അവിടുന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അഇമ്മത്തുകൾ വ്യത്യസ്ത പദങ്ങളിൽ നിവേദനം ചെയ്തിട്ടുള്ളതാണ്. ചിലതിൽ ചില പരാമർശങ്ങൾ കുറവുണ്ട്, ചിലതിൽ വ്യത്യാസമുണ്ട്. അടിസ്ഥാനപരമായി ഇമാമുകളൊക്കെ ഉദ്ധരിച്ചതാണിത്. അപ്പോൾ മഹാനരായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോട് ഈ അറാബിയായ മനുഷ്യൻ പറയുകയാണ്, അല്ല, എന്റെ പക്കലുള്ള ഈ ഉടുമ്പെപ്പോഴാണോ വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വഖറജൽ ലബ്ബ മിൻ കമ്മിഹി വകുമ്മിഹി വതറഹു ബൈന യദൈ റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഭാണ്ഡത്തിൽ നിന്ന് ഈ ഉടുമ്പിനെ അങ്ങ് എടുത്തിട്ട് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക്. മുഅ്ജിസാത്തുകളെ കേവലമായ മാജിക്കായി കാണുന്ന പുതിയ ലോകത്തെ നാസ്തികരുണ്ട്. മജീഷ്യന്മാർ അവർ കൊണ്ടുവന്ന വേലവിദ്യകളാണ് സദസ്സിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക. സദസ്സ് ആവശ്യപ്പെടുന്ന കാര്യമല്ല അവർ അവതരിപ്പിക്കുന്നത്, അവരഭ്യസിച്ച വിജ്ഞാനമാണ് അവർ പ്രസന്റ് ചെയ്യുക. അതേ സമയത്തെ മുഅ്ജിസാത്തുകൾ അങ്ങനെയല്ല. സംബോധിതരാവശ്യപ്പെടുന്നത് എന്താണോ അതാണ് അമ്പിയാക്കന്മാർ അവതരിപ്പിക്കുക. അല്ലാതെ മജീഷ്യന്മാർ അവർ പരിശീലിച്ചു വന്ന ഒരു വിജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ ഒരു വിദ്യയുടെ പ്രകടനമാണ് നടത്തുന്നത്. അമ്പിയാക്കന്മാര് വേലവിദ്യകളുമായി വന്നവരല്ല. അവര് മുഅ്ജിസത്തെന്ന അല്ലാഹുവിൽ നിന്നുള്ള അത്ഭുതമാണ്. അതുകൊണ്ട് അറാബി ഇങ്ങോട്ട് കടന്നു വന്നിട്ട് പറയുന്നത്, ഞാൻ കൊണ്ടുവന്ന ഉടുമ്പ് അതെപ്പോഴാണോ വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ വിശ്വസിച്ചോളാം. ന്യായമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അതിനെ ഇട്ടുകൊടുത്തു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ ലബ്ബ്, അല്ലയോ ഉടുമ്പേ. ഫഅജാബഹു ലബ്ബു ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. ആ ഉടുമ്പ് വ്യക്തമായ അറബിയിൽ ഉത്തരം പറയാൻ തുടങ്ങി. മാത്രമല്ല യസ്മഉഹുൽ ഖൗമു ജമീഅ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന രൂപത്തിലാണ് മറുപടി പറയുന്നത്. ലബ്ബൈക വസഅദൈക യാ സൈനമൻ വാഫൽ ഖിയാമ. ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി വന്ന അലങ്കാരമായ പ്രവാചകരെ, അവിടത്തേക്ക് ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു. അവിടത്തെ ചോദ്യത്തിന് ഞാൻ ആൻസർ ചെയ്യാൻ റെഡിയാണ്. യാ ലബ്ബ്, ഓ ഉടുമ്പേ എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ അത് ഉത്തരം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ തഅബുദു യാ ലബ്ബു, ഓ ഉടുമ്പേ നീ ആരെയാണ് ആരാധിക്കുന്നത്? നീ ആരെയാണ് ആരാധിക്കുന്നത്? നീ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? നീ ആരെയാണ് ആരാധിക്കുന്നത്?
ഉടനെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ ചോദ്യമാണ്, മൻ തഅബുദു യാ റബ്ബ്, ഓ ഉടുമ്പേ നീ ആരെയാണ് ആരാധിക്കുന്നത്? ഉടനെ ആ ഉടുമ്പിന്റെ മറുപടി, അല്ലദീ ഫിസ്സമാഇ അർശുഹു വഫിൽ അർളി സുൽത്താനുഹു വഫിൽ ബഹരി സബീലുഹു വഫിൽ ജന്നതി റഹ്മതുഹു വഫിൻ നാരി ഇഖാബുഹു. ഇങ്ങനെ ജീവജാലങ്ങൾ സംസാരിക്കുമോ എന്ന് ആധുനിക ലോകത്ത് ആശങ്കപ്പെടേണ്ടതില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്രിമ വിവേകമുള്ള കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. റോബോട്ടിക് ടെക്നോളജി ഡെവലപ്പായി വന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവനില്ലാത്ത റോബോട്ടുകൾ സമ്പൂർണമായ ശസ്ത്രക്രിയക്ക് സന്നദ്ധരായി നിൽക്കുന്ന മെഡിക്കൽ രംഗവും എഞ്ചിനീയറിംഗ് രംഗവും കോർത്തുകൊണ്ട് ഇന്ന് റോബോട്ടിക് സർജറിയുടെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴുണ്ടോ ജീവനുള്ള ജീവജാലങ്ങളുടെ ഇത്തരം സംഭാഷണങ്ങളെ അകറ്റി നിർത്താനാവുക? സാധ്യമല്ല. റോബോട്ടിക് ടെക്നോളജിയുടെ കാലം ഇനി വരുമ്പോൾ മനുഷ്യൻ യന്ത്രമാകുമോ യന്ത്രം മനുഷ്യനാകുമോ പറയാൻ കഴിയില്ലെന്ന് ആധുനിക എഴുത്തുകാർ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഏറ്റവും ഡെവലപ്പായി കൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളും, ഏതുവരെ സൗദി അറേബ്യ വരെ ആദ്യമായി പാസ്പോർട്ട് അനുവദിച്ചു ഒരു റോബോട്ടിന് പൗരത്വം അംഗീകരിച്ചു കൊടുത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ രാജ്യത്തെ പൗരപട്ടികയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വരുന്ന ഒരു കാലത്ത് ജീവജാലങ്ങളുടെ ഈ സംഭാഷണങ്ങളെ വായിക്കുമ്പോൾ ആശ്ചര്യപ്പെടാനില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ അതാ അവിടുന്ന് പറയുന്നു, മൻ തഅബുദു യാ റബ്ബ്, ഓ ഉടുമ്പേ നീ ആരെയാണ് ആരാധിക്കുന്നത്? ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുവകകളും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ടെന്ന് ഖുർആനിലുണ്ട്. എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചെയ്യുന്നു. അത് അതിന്റെ സ്വഭാവത്തിലാണ്, അതിന്റെ രീതിയിലാണ്. അതെങ്ങനെയെന്ന് വിശദീകരിക്കാൻ മുഫസ്സിറുകൾ പേജുകൾ വാള്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ നമ്മൾ കടക്കുന്നില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യത്തിന് ഉടുമ്പിന് പറയാനുള്ള മറുപടി, അല്ലദീ ഫിസ്സമാഇ അർശുഹു, ഞാൻ ആരാധിക്കുന്നത് എന്നെ വേട്ടയാടിക്കൊണ്ടുവന്ന വേടൻ ആരാധിക്കുന്ന ലാത്തയല്ല, ഉസ്സയല്ല. ഞാൻ ആരാധിക്കുന്നത് ആരെയാണെന്നറിയുമോ? ആകാശത്തുള്ള അർശിന്റെ അധിപനായ അല്ലാഹുവിനെയാണ്. അല്ലദീ ഫിസ്സമാഇ അർശുഹു, ആകാശത്തെ അർശിന്റെ അധിപനായ അല്ലാഹുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. വഫിൽ അർളി സുൽത്താനുഹു, അല്ലാഹുവിന്റെ ആധിപത്യം, ഭൂമിയിൽ ആധിപത്യത്തിന്റെ ഉടമയായ അല്ലാഹുവിനെയാണ്. ഇവിടെയുള്ള എല്ലാ ഭരണാധികാരികളുടെയും അധികാരം താൽക്കാലികമാണ്. രാജാവായാലും പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റായാലും ഭരണാധികാരങ്ങൾ മുഴുവനും താൽക്കാലികമാണ്, നൈമിഷികമാണ്. 1 കൊല്ലം, 5 കൊല്ലം, 10 കൊല്ലം, 20 കൊല്ലം ഇവിടെ ആഢ്യത്വത്തോടെ ജീവിച്ച ഒരു ഭരണാധികാരിയും നീണ്ടകാലം നിന്നിട്ടില്ല. ഫറോവമാര് കഴിഞ്ഞ ലോകമാണ് ഈ ലോകമെന്ന് പുതിയ കാലത്തെ ഭരണാധികാരികൾ വായിക്കേണ്ടതുണ്ട്. താൽക്കാലികമായി അധികാരം കിട്ടുമ്പോൾ എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് വേണ്ടതുപോലെ എല്ലാം ചെയ്യാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. എല്ലാ ഭരണാധികാരികളും മരിച്ചു പോകും, എല്ലാവരും അസ്തമിച്ചു പോകും, അവരുടെ അധികാരങ്ങൾ മുഴുവനും നിഷ്പ്രഭമാകും. അതുകൊണ്ട് തന്നെ പരമാധികാരിയായ ഒരു സർവാധിപതിയുണ്ട്. അവന്റെ തീരുമാനത്തെ മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല. ഇന്ന് ലോകത്തെ ഏതെല്ലാം ഘടനകളാണ് 8-9 മാസം കൊണ്ട്, അല്ലെങ്കിൽ ഏകദേശം 10 മാസം കൊണ്ട് ലോകത്തെ ഭരണഘടനകളെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതാരാണ്?
സാധാരണ നേത്രങ്ങൾക്ക് കാണാനാവാത്ത വൈറസുകളാണെന്ന് ലോകത്തെ അധികരിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിലെ തീരുമാനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, ഭരണകൂടത്തിലെ ഭരണാധികാരികളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, കമ്പനികളുടെ തീരുമാനങ്ങളെ നിർണയിച്ചു കൊണ്ടിരിക്കുന്നത്, ലോകത്തിന്റെ ഘടനകൾ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ചെറിയൊരു വൈറസാണ്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിന് ആകാശഭൂമികളിൽ സൈന്യങ്ങളുണ്ട്. അല്ലാഹുവിന് സൈന്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ യൂണിഫോം ഇട്ടൊരു പ്രത്യേക വിഭാഗത്തെ ഒരുക്കി വെക്കണമെന്നില്ല. അല്ലാഹുവിന് ഇവിടെയുള്ള എന്തിനേയും സൈന്യമായി ഉപയോഗിക്കാം. സമുദ്രത്തെ സൈന്യമായി ഉപയോഗിക്കാം. സമുദ്രം ഇടിച്ചു കയറിയാൽ പിന്നെ ആർക്ക് നിയന്ത്രിക്കാനാകും? ആകാശത്തെ സൈന്യമായി ഉപയോഗിക്കാം. ആകാശം ഇളകാൻ തുടങ്ങിയാൽ ആർക്കാണ് നിയന്ത്രിക്കാനാവുക? എന്തിനേറെ ചെറിയ വൈറസുകളും ഇളകിയപ്പോഴേക്ക് ലോകം മുഴുവനും അസ്തമിച്ചു നിൽക്കുകയല്ലേ. അല്ലാഹുവിന് ഇവിടെയുള്ള എന്തിനേയും ഉപയോഗിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ പ്രളയം കൊണ്ട് ദുരിതമനുഭവിച്ചവരുണ്ട്. കീഴ്മേൽ മറിക്കപ്പെട്ട സമുദ്രങ്ങളുടെ കഥ പറയാനുണ്ട്. ചാവുകടൽ ലോകത്തിന് മുമ്പിൽ ഇപ്പോഴും തെളിവായി നിൽക്കുന്നുണ്ട്. ഡെഡ് സീ എന്ന പേരിൽ ചാവുകടൽ കീഴ്മേൽ മറിക്കപ്പെട്ട ഒരു ജനതയുടെ എന്നത്തേക്കുമുള്ള പ്രമാണമാണ്. അതേ ജലസ്രോതസ്സുകളെതിരെ നിന്നപ്പോൾ മുങ്ങി മരിച്ചുപോയ ഫറോവയുടെ കഥ. അല്ലാഹുവിന് പ്രകൃതിയിലെ ഏതു ശക്തിയും സൈന്യമായി വരാം എന്നതിനുള്ള തെളിവല്ലയോ? കൊടുങ്കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ട ജനതയുണ്ട്. അങ്ങനെ ഓരോരോ ജനതകളുടെ ഇന്നലത്തെ കഥകൾ വായിച്ചു നോക്കിയാൽ കോലം മറിക്കപ്പെട്ടവർ, ഭൂമി വിഴുങ്ങിക്കൊണ്ടുപോയവർ, അല്ലാഹുവിന് ആകാശവും ഭൂമിയും ഇവിടെയുള്ള എല്ലാ വസ്തുവകകളും അവന്റെ നിശ്ചയപ്രകാരമാണ് ചലിക്കുക. അവൻ എന്തിനേയും സൈന്യമായി ഉപയോഗിക്കാം. നിങ്ങളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാവാത്ത, ഇപ്പോഴും നിർണയിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്ത വൈറസുകൾ ലോകത്തെ അധികരിക്കുന്നുണ്ടെങ്കിൽ വഫിൽ അർളി സുൽത്താനുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരമാധികാരമാണ് ഈ ഭൂമിയിലുള്ളത്. ഏത് ഭരണാധികാരിക്കും ഇവിടെ അധികാരത്തിലിരിക്കണോ വേണ്ടേ എന്ന് ആത്യന്തികമായി തീരുമാനിക്കുന്നവനാരാണ്? അല്ലാഹു ജല്ല ജലാലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ പരമാധികാരിയായ അല്ലാഹുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. വഫിൽ ബഹരി സബീലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല സഞ്ചാരപഥങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. സമുദ്രത്തിലൂടെ സഞ്ചാരപഥങ്ങളെ ഒരുക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് ചരക്കുകളെയും ആളുകളെയും സൈന്യത്തെയും ആയുധങ്ങളെയും എല്ലാം വഹിച്ചുകൊണ്ട് എത്ര സമുദ്ര സഞ്ചാര പാതകളാണുള്ളത്. ആരാണ് അത്തരം ഒരു അലറി വിളിക്കുന്ന സമുദ്രത്തിലൂടെ സഞ്ചാര വഴിയെ അടയാളപ്പെടുത്തി തന്നത്? വേറെ ആരുമല്ല, അല്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അതാ ഉടുമ്പ് അവതരിപ്പിക്കുകയാണ്. വഫിൽ ബഹരി സബീലുഹു, അവൻ നിശ്ചയിച്ച മാർഗങ്ങൾ സമുദ്രത്തിലുണ്ട്. വഫിൽ ജന്നത്തി റഹ്മത്തുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അവന്റെ സ്വർഗത്തിലാണ്. സ്വർഗം കാരുണ്യത്തിന്റെ ഭവനമാണ്. നമ്മൾ സ്വർഗത്തെക്കുറിച്ച് എന്താണ് സങ്കല്പിച്ചു വെച്ചിട്ടുള്ളത് എന്നറിയില്ല. ഈ ലോകത്തൊരു മനുഷ്യനെ ഇമാജിൻ ചെയ്യാൻ എത്രയെല്ലാം കഴിയുമോ അതിന്റെ എല്ലാം അപ്പുറത്താണ് സ്വർഗം. മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖത്തറ അലാ ഖൽബി ബശർ. ഒരാൾക്കും ഒരിക്കലും സങ്കല്പിക്കാനാവാത്ത, കാൽക്കുലേറ്റ് ചെയ്യാനാവാത്ത, ഇമാജിൻ ചെയ്യാനാവാത്ത എല്ലാ സങ്കല്പങ്ങളുടെയും അപ്പുറത്താണ് സ്വർഗമെന്ന് പറയുന്നത്. ഈ ലോകത്തെ ഒരു ബാക്ക് വാട്ടർ റിസോർട്ട് കണ്ടിട്ട് ഇത് സ്വർഗമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയവരുണ്ട്.
ഇവിടെയുള്ള ഉദ്യാനങ്ങളാണ് സ്വർഗമെന്ന് തെറ്റിവശാക്കി വെച്ചവരുണ്ട്. ഈ ലോകത്തെ ഏറ്റവും വലിയ സൗകര്യമുള്ള സ്ഥലം കണ്ടെത്തിയാലും അത് സ്വർഗത്തിന്റെ കോടിയിൽ ഒരു അംശം പോലും എത്തുകയില്ല, സ്വർഗത്തിന്റെ ഭാഗമേ അല്ല. സ്വർഗമെന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കുന്നതിനൊക്കെ അപ്പുറം. ഒരു 10-50 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഒരാൾക്ക് സങ്കല്പിക്കാവുന്നതിന്റെ അപ്പുറത്തുള്ള സൗകര്യങ്ങൾ ഇന്ന് ലോകത്ത് കിട്ടിക്കഴിഞ്ഞു. ട്രാൻസ്പോർട്ടിംഗ് ആണെങ്കിലും ജീവിത സൗകര്യങ്ങളാണെങ്കിലും ഒരു 10-50 കൊല്ലം മുമ്പുള്ള ആളുകൾക്ക് സങ്കല്പിക്കുന്നതിന് അപ്പുറത്തുള്ളത് ഇന്നിവിടെ വന്നു കഴിഞ്ഞു. ഇന്ന് നമ്മൾ സങ്കല്പിക്കുന്നതിന് അപ്പുറത്തേക്ക് വരും. അന്തരീക്ഷത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവിംഗ് പാലസുകൾ, ഏതെല്ലാം സൗകര്യങ്ങൾ വേണോ അതെല്ലാം നമുക്ക് സങ്കല്പിക്കാം. എന്നാൽ ഈ ലോകത്തൊരാൾ സങ്കല്പിക്കുന്നതിൻ്റെയും അപ്പുറത്താണ് സ്വർഗം. അതുകൊണ്ട് ഇവിടെയുള്ള സൗകര്യങ്ങൾ കണ്ടിട്ട് നാളത്തെ സ്വർഗം മറന്നുപോകുന്ന വിഡ്ഢികളുണ്ട്. അവർ വിചാരിക്കും ഇതൊക്കെ തന്നെയാണ്, ആസ്വദിച്ച് ജീവിക്കേണ്ട ലോകം ഇതാണ്. ഇവിടെയുള്ള ഏതാസ്വാദനത്തിനും ഒരു അതിരുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യപൂർണമായ ജീവിതം എത്ര വർഷമുണ്ടാകും? നല്ല ആരോഗ്യത്തോടുകൂടിയുള്ള ജീവിതം ഒരു 25, 30, 40 കൊല്ലത്തിനപ്പുറം ഒരാൾക്ക് ജീവിതം നല്ല ആരോഗ്യത്തോടുകൂടി ഉണ്ടാവില്ല. അത് നല്ലൊരു 10-80 വയസ്സൊക്കെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, കുട്ടിത്വവും കഴിഞ്ഞ് വാർദ്ധക്യത്തിന്റെ ദിവസവും കഴിഞ്ഞ് രോഗങ്ങളും വിഷമങ്ങളും എല്ലാം കഴിഞ്ഞ് ഇടയ്ക്ക് കിട്ടുന്ന ഒരു കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ദിവസം. ആ ഒരു കുറഞ്ഞ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ് മാത്രമേ ഇവിടെ കിട്ടാനുള്ളൂ. അതേ സമയത്ത് അല്ലാഹുവിന്റെ പവിത്രമായ സ്വർഗമെന്ന് പറഞ്ഞാൽ അനന്തമായ സന്തോഷങ്ങളുടെ വീടാണ്. അവിടെ ആകുലതകളില്ല, വ്യാകുലതകളില്ല, വേദനകളില്ല, നൊമ്പരങ്ങളില്ല, പ്രയാസങ്ങളില്ല. നമ്മുടെ മക്കൾക്ക് നമ്മൾ സ്വർഗം പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്റെ ശബ്ദം ലോകത്തിന്റെ നാനാദിക്കിലിരുന്നു കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ, ഈ ലോകത്ത് നിങ്ങളുടെ മക്കൾക്ക് കിട്ടാവുന്ന ഔദ്യോഗിക ഉന്നതികളെക്കുറിച്ചും ജീവിത സൗകര്യങ്ങളെക്കുറിച്ചും വാഹന സൗകര്യങ്ങളെക്കുറിച്ചുമല്ലാതെ നാളത്തെ സ്വർഗത്തെക്കുറിച്ച് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നാളത്തെ സ്വർഗത്തെക്കുറിച്ച് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഇന്നത്തെ രക്ഷിതാക്കൾക്ക് അതിന് നേരല്ല. ഈ ലോകത്ത് കിട്ടുന്ന സുഖങ്ങളും ആഡംബരങ്ങളും സൗകര്യങ്ങളും പറയാനേ നേരള്ളൂ. അതിനുവേണ്ടി അവർ പരിശ്രമിക്കുന്നു. അതേ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു കൊടുത്തത് ഈ ലോകത്ത് കിട്ടാനുള്ള സ്വർഗമായിരുന്നില്ല, അനന്തമായ സ്വർഗമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 കൊല്ലം ജീവിച്ചിട്ട് പൊന്നിന്റെ കൊട്ടാരമുണ്ടാക്കാൻ തങ്ങൾക്ക് വേണമെങ്കിൽ കഴിയുമായിരുന്നു. പൊന്നിന്റെ കൊട്ടാരമുണ്ടാക്കാൻ وراودته الجبال الشم من ذهبي عن نفسه فأراها أيما شممي فأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറബ് ലോകത്തെ മാമലകൾ മാടി വിളിച്ചു മാണിക്യമായി വരട്ടെ എന്ന് തങ്ങൾ പറഞ്ഞു. വേണ്ട വേണ്ട വേണ്ട. ഇന്ന് നോക്കൂ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരുപാട് പ്രകൃതി വിഭവങ്ങളുണ്ട്. പക്ഷേ ആ പ്രകൃതി വിഭവങ്ങൾ എടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഒന്നുകിൽ അവിടുത്തെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയാണ്, അല്ലെങ്കിൽ അവിടുത്തെ സാംസ്കാരിക ബോധമില്ലാത്ത ജനതയാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ഗവൺമെന്റുകൾ പ്രകൃതി വിഭവങ്ങളിലേക്ക് തൊട്ടാൽ വൈദേശികാധിപത്യം വരുമോ എന്ന് ഭയന്നിട്ടാണ്. എന്നിട്ട് ആഫ്രിക്കയിൽ പ്രകൃതി വിഭവങ്ങളുള്ള പല രാജ്യങ്ങളും ഇന്ന് ദാരിദ്ര്യത്തിന്റെ വക്കിലാണ്. മണ്ണിന്റെ അടിയിൽ നല്ല നല്ല ഖനികളുണ്ട്, നിധികളുണ്ട്, പക്ഷേ എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല.
മറുഭാഗത്ത് എടുത്തപ്പോൾ വൈദേശിക ആധിപത്യം അനുഭവിക്കേണ്ടി വന്നവരുമുണ്ട്. ഇത് രണ്ടും ലോകത്ത് നിന്ന് വായിക്കാം. അറബ് രാജ്യങ്ങൾ സമ്പന്നതയിലേക്ക് വന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എടുത്തപ്പോഴാണ്. ആ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എടുക്കേണ്ടി വന്നപ്പോൾ അവർക്കൊന്നാം കിട രാജ്യങ്ങളെ അവലംബിക്കേണ്ടി വന്നു. കാരണം ടെക്നോളജി അറബ് രാജ്യത്തിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. അതിന്റെ എന്നത്തെയും ഒരു ഉദാഹരണമല്ലേ അറാംകോ കമ്പനി. അറബ് അമേരിക്കൻ കമ്പനിയിലൂടെയല്ലേ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സൗദിയിൽ നിന്നും മറ്റും പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു മണ്ണിൽ നിന്നുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാ അയ്യമാ ശമമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട, കാരണം തങ്ങൾ ഈ ലോകത്തൊരു മണിമാളികയ്ക്ക് വേണ്ടി വന്ന നേതാവല്ല. 63 കൊല്ലം ഈ ലോകത്ത് ജീവിച്ചപ്പോൾ പൊന്നിന്റെ കൊട്ടാരം ഉണ്ടാക്കാൻ സൗകര്യമുണ്ടായിരുന്നപ്പോഴും ഒരു കൊട്ടാരം പോയിട്ട് വിശാലമായൊരു വീട് പോലും ഉണ്ടാക്കാതെ ഈത്തപ്പന മട്ടലിൽ കൊണ്ട് ഈത്തപ്പന ഓലമെടഞ്ഞ് ഈത്തപ്പന മട്ടൽ കെട്ടി കയറുകൊണ്ട് കെട്ടി വരിഞ്ഞ കട്ടിലിൽ കിടന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ തങ്ങളെ, അവിടുത്തെ റോസാ പുഷ്പം പോലെയുള്ള പൂമേനിയിൽ കട്ടിലിന്റെ അടയാളം, ഈത്തപ്പന മട്ടലിന്റെ അടയാളം വരഞ്ഞു കിടക്കുമ്പോൾ ആ അടയാളം നോക്കിയിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുത്തേക്ക് നല്ല മാർദ്ദവമുള്ള ഒരു വിരിപ്പിട്ടുകൂടെ നബിയേ? ഒരു നല്ല സോഫ്റ്റായ വിരിപ്പിൽ കിടന്നുകൂടെ? കണ്ടില്ലേ, കിസ്റയുടെയും കൈസറിന്റെയും റോമിന്റെയും ഭരണാധികാരികൾ കൊട്ടാരത്തിലല്ലേ വസിക്കുന്നത്. തങ്ങൾക്കൊരു കൊട്ടാരമെടുക്കാമായിരുന്നു, അതിനും വേണ്ടെങ്കിൽ ഒരു നല്ല മാർദ്ദവമുള്ള വിരിപ്പെടുക്കാമായിരുന്നു. വേണ്ട വേണ്ട, അല്ലയോ ഉമറേ, റോമിന്റെ ഭരണാധികാരിക്ക് സ്വർഗമുണ്ടോ ഉമറേ? സാർ ചക്രവർത്തിമാർക്ക് സ്വർഗമുണ്ടോ ഉമറേ? ഞാൻ നോക്കിയിരിക്കുന്നത് ഇവിടുത്തെ രാജാക്കന്മാരുടെ കൊട്ടാരല്ല. ഞാൻ നോക്കിയിരിക്കുന്ന ഇവിടെയുള്ള രാജാക്കന്മാരുടെ കൊട്ടാരല്ല. എനിക്ക് വേണ്ടത് അള്ളാഹുവിന്റെ പവിത്രമായ സ്വർഗമാണ് ഉമറേ. ഇവിടുത്തെ കൊട്ടാരത്തെ മോഹിച്ച് നിൽക്കുന്ന ആളല്ല ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയല്ല, പ്രായോഗിക ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും ഒരു മടക്കുള്ള വിരിപ്പിലാണ് കിടക്കുക. സഫിയ്യ റളിയല്ലാഹു അൻഹാ, ഹഫ്സ റളിയല്ലാഹു അൻഹാ ഒരു ദിവസം 4 മടക്ക് ഒന്നും കൂടി ഒന്ന് മടക്കിയിട്ട് കൊടുത്തു. കുറച്ചുകൂടി മാർദ്ദവമായി അനുഭവപ്പെട്ടു ആ വിരിപ്പ്. രാവിലെ ചോദിച്ചു, അല്ലയോ ഹഫ്സ, ഇന്നലെ രാത്രി എനിക്ക് വിരിച്ചു തന്ന വിരിപ്പിന് വല്ല വ്യത്യാസവുമുണ്ടോ? അല്ലയോ ഹബീബായ തങ്ങളെ, സാധാരണയേക്കാൾ ഒരു കട്ടി കൂടി കൂട്ടി ഒന്നുകൂടി മടക്കിയിട്ടതാണ്. അതുകൊണ്ടാണ് കുറച്ചുകൂടി മാർദ്ദവമായി അനുഭവപ്പെട്ടത്. അപ്പോൾ പറഞ്ഞു, മോളെ ഹഫ്സ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയാണ്, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മകളാണ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറു ശരീഫ് ഉൾക്കൊള്ളുന്ന സ്ഥലത്തിന്റെ മുൻഭാഗത്ത് സലാം പറയാൻ വേണ്ടി ആളുകൾ നിൽക്കുന്ന സ്ഥലമില്ലേ, അവിടെയാണ് ഹഫ്സ
ബീവി റളിയല്ലാഹു അൻഹയുടെ വീടുണ്ടായിരുന്നത്. ഇന്ന് മുത്തുനബി തങ്ങൾ കിടക്കുന്ന സ്ഥലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. അതിന്റെ പിൻഭാഗം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. മുൻഭാഗത്താണ് മഹദിയായ ഹഫ്സ ബിന്തു ഉമർ റളിയല്ലാഹു അൻഹുമാ മഹദി അവരുടെ വീട്. ആ വീട്ടിൽ വെച്ച് ഹബീബായ തങ്ങൾ ചോദിച്ചു, അല്ല മോളെ ഹഫ്സ, ഇന്നലെ എനിക്ക് വിരിച്ചു തന്ന വിരിപ്പിന് വല്ല വ്യത്യാസവുമുണ്ടോ? അതേ, ഒരു വ്യത്യാസവുമില്ല. പക്ഷേ സാധാരണ ഇടുന്ന വിരിപ്പ് ഞാൻ ഒന്നുകൂടി മടക്കിയിട്ടതാണ്. ഒന്നുകൂടി മാർദ്ദവമായി തോന്നിയിട്ടുണ്ടല്ലേ? അല്ലയോ മോളെ ഹഫ്സ, ഇനി അങ്ങനെ വേണ്ട, സാധാരണ പോലെയുള്ളത് മതിയേ. ഈത്തപ്പനയുടെ നാര് നിറച്ച് തോലുകൊണ്ടുണ്ടാക്കിയ ചെറിയൊരു തലയിണയാണ്. ഈത്തപ്പനയുടെ നാരുകോർത്ത ഒരു പായയാണ്. അതൊരു രണ്ടട്ടിയിട്ടപ്പോഴേക്ക് അതിന്റെ സുഖം കൂടിപ്പോയെന്ന് കരുതിയ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ കാത്തിരുന്നതെന്താണ്? വഫിൽ ജന്നത്തി റഹ്മതുഹു, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭവനമാണ് സ്വർഗം. ഈ ലോകത്ത് എത്രയെത്ര ധനികന്മാരായ ആളുകളാണ്, അവരുടെ സമ്പത്ത് അവർക്ക് വ്യയം ചെയ്യാൻ വയ്യ, എന്നിട്ടെല്ലാ സ്വത്തും ഇവിടെ ഇട്ടങ്ങ് പോവുകയാണ്. മര്യാദക്ക് സക്കാത്ത് കൊടുക്കുന്നുണ്ടോ അറിയില്ല, ഹജ്ജിന്റെ സമയമാകുമ്പോൾ ഹജ്ജ് ചെയ്യുന്നുണ്ടോ അറിയില്ല. പരകോടികളുടെ സ്വത്തിട്ടിട്ട് പോയാൽ മക്കളുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കുക. അതൊന്നും ചെയ്യുന്ന മക്കളുള്ള കാലം ഇന്ന് കുറവാണ്. കാരണം എന്താണ്? ഹജ്ജിനുള്ള നിഅമത്തെത്തി ഹജ്ജ് ചെയ്യാതെ മുതലാളി മരിച്ചുപോയി. സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വീട്ടുമുറ്റത്ത് വരുമ്പോ കൊടുക്കുന്ന ചില്ലറയല്ല. ഓരോ കൊല്ലവും സമ്പത്തിന്റെ കച്ചവടത്തിന്റെ കണക്കെടുത്ത് 2.5% അവകാശികൾക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നതാണ് സക്കാത്ത്. ആ സക്കാത്ത് വീടിയില്ലെങ്കിൽ ആ സക്കാത്ത് അവന്റെ സ്വത്തിൽ ചേരുന്ന മാലിന്യമായി കിടക്കും. ബാക്കിയുള്ള സ്വത്തും കൂടി മലിനമായി പോകും. സക്കാത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കുക എന്നതാണ്. ബാക്കിയുള്ള സ്വത്ത് പരിശുദ്ധമാകണമെങ്കിൽ കൊടുക്കേണ്ട സക്കാത്ത് കൊടുക്കണം. ഇന്ന് എത്രയോ ആളുകൾ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? അല്ലാഹു അലം. റമദാനിൽ ആരെങ്കിലും വരുമ്പോ 4 ചില്ലറ കൊടുക്കും. എന്നാൽ മുഹറം 1-നാണ് കച്ചവടം തുടങ്ങിയത്. അടുത്ത മുഹറം 1 അവന്റെ കച്ചവടത്തിന് മുഴുവൻ ആസ്തിയുടെയും തുകയുടെ കണക്കെടുത്തിട്ട് അതിന്റെ സക്കാത്ത് കൊടുക്കാൻ അവൻ നിർബന്ധ ബാധ്യതയുള്ളവനാണ്. അത് കൊടുക്കുന്ന കച്ചവടക്കാരെവിടെ? കൊടുക്കാത്ത കാലത്തോളം അവന് 1% പോലും അർഹതയില്ലാത്ത സ്വത്ത് അവന്റെ ഉടമസ്ഥതയിൽ കിടക്കുകയാണ്. അത് നാളെ പടച്ചവന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ അവൻ ഹാജരാക്കണമെന്ന് മാത്രമല്ല, ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചതല്ലേ? അതുപോലെ എത്രയെത്ര സാമ്പത്തിക അധാർമികതകളാണ്. 50 ലക്ഷത്തിന്റെ ആസ്തിയുള്ളപ്പോൾ 50 ലക്ഷം കൂടി ലോൺ എടുക്കുകയാണ് 1 കോടിയുടെ ബിസിനസ്സിന്. എത്ര പലിശയാണ് വരുത്തി വെക്കുന്നത്? പലിശ ഹറാമാണെന്നതൊരു മുസ്ലിയാരുടെ ഫത്വയല്ല. ഹറമല്ലാഹു റിബാ, ഖുർആനിന്റെ നേരിട്ടുള്ള പ്രഖ്യാപനമാണ്. അല്ലാഹു തആല പലിശയെ ഹറാമാക്കിയിരിക്കുന്നു. ഇന്ന് പലിശ ഇടപെടാത്ത ആളുകൾ എവിടെ? ഇങ്ങനെ നോക്കിയാൽ ഈ ലോകത്തെ ജീവിതം തന്നെയാണ് എല്ലാമെന്ന് കരുതിയ ആളുകളാണ് ഹലാലും ഹറാമും നോക്കാതെ ജീവിക്കുന്നത്. അതേ സമയത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ലോകത്തുനിന്ന് യാത്രയാകേണ്ടി വരുമെന്ന ചിന്തയുള്ളവരുണ്ടോ? അവരല്ലാഹുവിനെ ആലോചിക്കുന്നവരാണ്. ഓ എൻ്റെ ചെറുപ്പക്കാരെ, ഈ ഭൂമിയിലുള്ള ജീവിതം അനുഭവിക്കാനുള്ള ജീവിതമല്ല. ഇവിടെയുള്ള ഭൗതികമായ ആളുകളൊക്കെ എന്താ പറയാ? മോനെ, ഇതൊരു ലൈഫേ ഉള്ളൂ, ഇത് അനുഭവിച്ചോളണം. തെറ്റിപ്പോയി. ഒരു ജീവിതമേ ഉള്ളൂ, ഇത് അനുഭവിച്ചോളണം അല്ല, ഇത് പരീക്ഷാ ഹാളാണ്.
ഇത് പരീക്ഷണ സ്ഥലമാണ്. ഇത് നിനക്ക് വിളയിറക്കാനുള്ള സ്ഥലമാണ്, കൊയ്തെടുത്ത് അനുഭവിക്കാനുള്ള സ്ഥലം. വലദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ആമനൂ വൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. അല്ലയോ പ്രിയമുള്ളവനെ, അനുഭവിക്കേണ്ട ജീവിതം നാളത്തെ ജീവിതമാണ്. ഇത് പരിശ്രമിക്കേണ്ട ജീവിതമാണ്. ഇത് പരിശ്രമത്തിന്റെ ലോകമാണ്. ഇത് പരീക്ഷയുടെ ലോകമാണ്. ഇത് പരീക്ഷണങ്ങളുടെ ലോകമാണ്. അനുഭവിക്കാനുള്ള ലോകം ഇതല്ല. ഇവിടുത്തെ അനുഭവങ്ങളെല്ലാം നൈമിഷികമാണ്. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നാവിൽ കിടന്ന് തിരിയുന്ന സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. പള്ളയുടെ ഉള്ളിലൊക്കെ ഇറങ്ങിയ ഭക്ഷണത്തിന് വല്ല ടേസ്റ്റും ഉണ്ടോ? പാത്രത്തിലിരിക്കുന്ന ഭക്ഷണത്തിന് വല്ല രുചിയുമുണ്ടോ? നമ്മുടെ നാവിൽ തിരിയുന്ന സെക്കൻഡുകൾ മാത്രമേ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉള്ളൂ. അത് ഈ ലോകത്തിന്റെ മുഴുവൻ അവസ്ഥയുടെ ഒരു ഉദാഹരണമാണത്. അത്രയുള്ളൂ ടേസ്റ്റ്. നിന്റെ പള്ളയിലേക്ക് തൊണ്ടക്കുഴി വിട്ടിറങ്ങിയാൽ പിന്നെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല. നീ വലിയ ആർത്തിയോടെ ആഗ്രഹത്തോടെ കഴിച്ചതാണ്. നിന്റെ മേശപ്പുറത്തിരിക്കുന്ന ഭക്ഷണത്തിന് കാണാൻ ഭംഗിയുണ്ടാകാം, രുചി വേണോ നാവിൽ വരണം. കൊറോണ വന്നാൽ രുചിയുമില്ല, മണവുമില്ല. പ്രിയമുള്ളവരെ, ഇതുപോലെയല്ലേ താൽക്കാലികമായ ജീവിതമാണ് ഇവിടുത്തെ ജീവിതം. ഇത് വിളവറക്കാനുള്ള ജീവിതമാണ്. ഇത് പരിശ്രമങ്ങളുടെ ലോകമാണ്. അനുഭവിക്കാനുള്ള ജീവിതം എവിടെയാണ്? ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി. ഇത് നൈമിഷികമായ ജീവിതമാണ്. അതേ സമയത്ത് അനന്തമായ ജീവിതം വരാനുണ്ട്. അത് പറുദീസയിലെ ജീവിതമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗസമാനമായ ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 1400 കൊല്ലം കഴിഞ്ഞു. മാഷാ അല്ലാഹ്. 26 കൊല്ലം മര്യാദക്ക് ജീവിച്ചതേ ഉള്ളൂ. 26 കൊല്ലാണ് ഇസ്ലാമിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ജീവിച്ചത്. ആ 26 കൊല്ലത്തെ ജീവിതം കൊണ്ട് സ്വർഗത്തമായ ഖബറിൽ കിടക്കാണ്. എത്ര കൊല്ലായി? 1400 കൊല്ലായി. കുരുത്തക്കേട് കാണിച്ചിട്ട് 15-16 കൊല്ലം, 13-15 കൊല്ലം. ഇസ്ലാമിന്റെ വിരുദ്ധ ചേരിയിൽ നിന്ന ആളാണ് അബൂജഹൽ. ആ അബൂജഹൽ അന്ന് മുതൽ ഇന്ന് വരെ നരകസമാനമായ ഖബറിലാ കിടക്കുന്നത്. ഖബറൊന്നും പറയാൻ പറ്റില്ല, ഒരു പൊട്ടക്കിണറ്റിലാ കിടക്കുന്നത്. കുരുത്തക്കേട് കാണിച്ചത് 16-17 കൊല്ല, അല്ലെങ്കിൽ 15 കൊല്ല. അത്രയും കാലത്തെ അവിവേകം കൊണ്ട് കിട്ടിയത് അനന്തമായ ശിക്ഷയുടെ ലോകം. അതേ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കൂടെ നിന്നു 26 കൊല്ലം. അതിനേക്കാൾ കുറഞ്ഞ കാലം ഇസ്ലാമിൽ ജീവിച്ചവരുണ്ട്, കൂടുതൽ കാലം ഇസ്ലാമിൽ ജീവിച്ചവരുമുണ്ട്. പക്ഷേ ഈ ഭൗതികമായ ലോകത്തെ ജീവിതം അല്ലാഹുവിന്റെ പ്രീതിയിലായാൽ കിട്ടാനുള്ളത് സ്വർഗീയ വസന്തമാണ്. ആ സ്വർഗത്തെ മറക്കല്ലേ. നമ്മുടെ ആരെല്ലാം നമ്മെ വിട്ടുപിരിഞ്ഞു പോയി, ഉറ്റവരുടേവരെല്ലാം മരിച്ചുപോയി. സാധാരണയിൽ മരണപ്പെട്ടാൽ ആ ജനാസ ചിലപ്പോ കുറച്ചു നേരമെങ്കിലും വീടിന്റെ ഉള്ളിൽ കിടത്തും. ഇപ്പോൾ മരണപ്പെടുന്ന ജനാസകൾക്ക് 1 മിനിറ്റ് പോലും വീട്ടിന്റെ ഉള്ളിൽ കിടക്കാൻ ചാൻസ് ഇല്ലാത്ത കാലമാണ്. ഉണ്ടാക്കിയ വലിയ വീടുണ്ട്, വലിയ കൊട്ടാര സമാനമായ വീടുണ്ട്. പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ കോവിഡ് പോസിറ്റീവായി. ഗവൺമെന്റ് പറഞ്ഞു ജനാസയിന് വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല. കണ്ടില്ലേ അങ്ങ് കരിപ്പൂരിൽ നടന്ന ദുരന്തത്തിൽ ഒരാൾ മരണപ്പെട്ട വാർത്ത നിങ്ങൾ വായിച്ചില്ലേ? വീടുദ്ഘാടനത്തിന് വേണ്ടി വരികയായിരുന്നു അത്രേ. ആ ഡെഡ് ബോഡി ഒന്ന് വീട്ടിൽ കൊണ്ടുവച്ചിട്ടങ്ങ് ഇറക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. പറ്റൂല, കോവിഡ് കാലമായതുകൊണ്ട് അനുവദിച്ചില്ല.
ഇത്രയേ ഉള്ളൂ ഈ ലോകത്തെ ജീവിതം. ഓരോ സംഭവങ്ങളും മനുഷ്യന്റെ ജീവിതം നൈമിഷികമാണ് എന്നറിയിച്ചു തരുന്നതല്ലേ. ഇന്ന് മരിച്ചവരെ കാണാൻ ആളുകൾക്ക് താല്പര്യം വേണമെന്നില്ല. ഉറ്റവരുടെ അവരടക്കങ്ങ് മാറിപ്പോവാണ്. അയാളെ മരിച്ചതിന് ശേഷം എടുത്ത സാമ്പിളിൽ പോസിറ്റീവാണത്രേ. ചിലപ്പോൾ മരിച്ചതിന് ശേഷം ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ പോസിറ്റീവായിരുന്നു. ഖബറടക്കിയതിന് ശേഷം അറിഞ്ഞത് പോസിറ്റീവല്ല, നെഗറ്റീവായിരുന്നു. വല്ല കാര്യമുണ്ടോ? കാണാൻ ആരും പോയില്ല, മറമാടാൻ ആരും പോയില്ല. ഇത് എനിക്കും നിങ്ങൾക്കുമുള്ള ഉപദേശമാണിത്. നമുക്ക് ഓരോരുത്തർക്കുമുള്ള നസീഹത്താണ് ഈ സംഭവങ്ങളെല്ലാം. നമ്മളെ ഓരോരുത്തരെയും കാര്യഗൗരവം ആലോചിപ്പിക്കാനുള്ള ദൃഷ്ടാന്തങ്ങളാണ്. നീ ആലോചിക്കുന്നില്ലേ മനുഷ്യ, നിന്നെപ്പോലെ ഒരാളാണ് ആ മരിച്ചുപോയത്. നിന്നെപ്പോലെയുള്ള ലക്ഷങ്ങളാണ് ഈ കോവിഡ് കാലത്ത് ലോകത്ത് മരിച്ചുപോയത്. നീയും ഞാനും പോലെയുള്ള മനുഷ്യന്മാരാണ് മരിച്ചു വീണത്. എന്നിട്ടും എന്തേ നിന്റെ ഗർവം, നിന്റെ ഡംബം, നിന്റെ അഹങ്കാരവും ഒന്നും ഒതുങ്ങാത്തത്? അറിഞ്ഞോളണേ, അള്ളാഹുവിന്റെ അനന്തമായ കാരുണ്യം എന്നേക്കുമുള്ള വീടെന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ്. ഈ ലോകത്തെ എല്ലാ സൗകര്യങ്ങളും കിട്ടി, നാളത്തെ സ്വർഗം കിട്ടിയില്ലെങ്കിൽ നീ പരാജിതൻ തന്നെ. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഒരാൾ നരകമോചനം ലഭിച്ച് സ്വർഗപ്രവേശനമുണ്ടായാൽ അയാൾ ജയിച്ചു. അതേ സമയത്ത് നരകമാണോ വീട്? പരാജിതനായി പോയതാണ്. മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഉടുമ്പിന്റെ വർത്തമാനം തുടരുകയാണ്. വഫിൽ ജന്നത്തി റഹ്മത്തുഹു വഫിന്നാരി ഇഖാബുഹു. അല്ലാഹുവിന്റെ ശിക്ഷയുടെ വീടാണ് നരകം. അല്ലാഹു അങ്ങനെ ഒരു വീട് വെച്ചിട്ടുണ്ട്. ഈ ലോകത്ത് പലരെയും വെട്ടിക്കാനും പലരെയും കണ്ണു വെട്ടിക്കാനും സാധിക്കും. അതേ സമയത്ത് അല്ലാഹുവിന്റെ ശിക്ഷയുടെ ഭവനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരമല്ലാതെ സാധ്യമല്ല. നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാർക്കു വേണ്ടിയാണ്? അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാത്തവർക്കാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നരകം അല്ലാഹുവിന്റെ ശിക്ഷയുടെ വീടാണ്. നരകത്തിന്റെ തീയെ പേടിച്ചിട്ട് ഈ ലോകത്തുള്ള തീ പോലും കരഞ്ഞു പോകുന്നു എന്ന് ഇമാം ഇബ്നു റജബിൽ ഹംബലി തഖ്വീഫ് മിനൻ നാരിൽ എത്ര നിവേദനങ്ങളാണ് കൊണ്ടുവന്ന് പറയുന്നത്. അതുകൊണ്ട് നരകത്തെ പേടിച്ചുകൊണ്ട് കരഞ്ഞുപോയി. ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ മുഖം വല്ലാതെ വിവർണമായിരിക്കുന്നു. ചോദിച്ചു, എന്താ ജിബ്രീൽ, എന്തു പറ്റിപ്പോയി? നിങ്ങളുടെ മുഖം വല്ലാത്തൊരു ഭാവമാറ്റം. അതേ, നരകവും അതിന്റെ അന്തേവാസികളെയും കണ്ടപ്പോൾ കരഞ്ഞുപോയതാണ്. അസഹനീയമായ ഘട്ടമാണത്. വിവരങ്ങൾ അങ്ങ് വിശദീകരിച്ചപ്പോൾ മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഇരുന്നങ്ങ് കരയാൻ തുടങ്ങി. മഹാനായ അബുൽ ഖാസിമുർ റസാഇ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്മാഉകൾ വിശദീകരിക്കുമ്പോൾ ഈ സംഭവം വിശാലമായി എഴുതിയത് കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ദിവസങ്ങളോളം ജമാഅത്തിനല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. വീട്ടിന്റെ ഉള്ളിലിരുന്ന് കരയുകയാണ്. തങ്ങൾ നരകത്തിൽ പോകുമെന്ന് പേടിച്ചിട്ടല്ല. കാരണം സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന തങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. നമ്മളാകുന്ന ഉമ്മത്തിനെ ആലോചിച്ച് കരഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വരട്ടെ, മഹാനരായ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളോട് ഈ ഉടുമ്പ് എല്ലാം അങ്ങ് വിശദീകരിച്ച് പറയാണ്.
ഉടനെ നബി തങ്ങൾ ചോദിച്ചു, ഫമൻ അനയാ റബ്ബു, ഓ ഉടുമ്പേ ഞാനാരാണെന്ന് പറയാമോ? ആരുടെ മുമ്പിലാണ് രൂക്ഷമായി പെരുമാറുന്ന വേടന്റെ കയ്യിൽ നിന്ന് മുത്തുനബി തങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിടപ്പെട്ട ഉടുമ്പിനോട് മുത്തുനബി തങ്ങൾ ചോദിച്ചു, നീ ആരെയാണ് ആരാധിക്കുന്നത്? പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഞാൻ ആരാണ്? ഉടനെ ഉള്ള മറുപടിയാണ്, റസൂലു റബ്ബിൽ ആലമീൻ വഖാതമുൻ നബിയ്യീൻ വഖദ് അഫ്ലഹ മൻ സദ്ദഖക വഖദ് ഖാബ മൻ കദ്ദബക. ഓ ഹബീബായ നബിയേ, റസൂലു റബ്ബിൽ ആലമീൻ, പ്രപഞ്ചാധിപന്റെ ദൂതനാണ് അവിടുന്ന്, അല്ലാഹുവിന്റെ റസൂലാണ്, ഈ ലോകത്തെ മുഴുവനും പരിപാലിക്കുന്ന അല്ലാഹുവിന്റെ ദൂതനാണ്. വഖാതമുൻ നബിയ്യീൻ, പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണിയാണ്. തങ്ങളെ വിശ്വസിച്ചവര് വിജയിച്ചുപോയി, തങ്ങളെ നിഷേധിച്ചവര് പരാജയപ്പെട്ടുപോയി. ഇതങ്ങ് പറഞ്ഞു കേൾക്കുമ്പോൾ ആ കൂടെ വന്ന അറാബി പറയാണ്, ഞാൻ ഇത്രയും വ്യക്തമായ പ്രമാണം കിട്ടിയപ്പോൾ പിന്നെ അത് ഉൾക്കൊള്ളാതിരിക്കുന്നത് ശരിയല്ല. ഓ പ്രവാചകരെ, ലഖദ് ജിഅ്തുക വമാ അലൽ അർളി അബ്ഗളു ഇലയ്യ മിൻക. ഓ പ്രവാചകരെ, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ലോകത്തെനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ആൾ അവിടുന്നായിരുന്നു. എന്നാൽ വഇന്നകൽ യൗമ ഹബ്ബു ഇലയ്യ മിൻ വാലിദീ വമിൻ ഐനി വമിന്നീ وإني لأحبك بداخلي وخارجي وسري وعلانيتي. ആ ഒരു ഉടുമ്പിന്റെ സത്യപ്രസ്താവന കേട്ടപ്പോൾ അതുവരെ രൂക്ഷമായി നിന്ന അറാബി പറയാണ്, ഈ ലോകത്തെനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ആൾ അവിടുന്നായിരുന്നു. അതേ സമയത്ത് ഇപ്പോൾ ഈ ലോകത്തെ ഏറ്റവും എനിക്കിഷ്ടമുള്ളത് അവിടുത്തോടാണ്. എൻ്റെ മാതാപിതാക്കളെക്കാൾ, എൻ്റെ കണ്ണിനേക്കാൾ, എൻ്റെ മൊത്തത്തേക്കാൾ, എൻ്റെ ഉള്ളും എൻ്റെ പുറവും എൻ്റെ രഹസ്യവും എൻ്റെ പരസ്യവും തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ദഅനി വവസ്ഫി യാ ആയതില്ലാഹു ളഹറത് ളുഹൂറ നാരിൽ ഖീറാ ലൈലൻ ലാ ആലമീ മൗലായ. بك خير الخلق كلهم. ഇതാണ് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മലയുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന തീനാളത്തെക്കാൾ സ്പഷ്ടമായി ലോകത്തിന് മുമ്പിൽ തെളിഞ്ഞ മുഅ്ജിസാത്തുകളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു ദൃഷ്ടാന്തമാണ് ഞാൻ ഇവിടെ എണ്ണി പറഞ്ഞത്. അതേ മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ഒരു അറാബി കടന്നു വന്നപ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന വേട്ട നടത്തിക്കൊണ്ടുവന്ന ഉടുമ്പ് ഹബീബായ തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അല്ലാതെ തങ്ങൾ കൊണ്ടുവന്ന സാധനമല്ല അവിടെ സംസാരിച്ചത്. അതാണ് മുഅ്ജിസത്തും മാജിക്കും തമ്മിലുള്ള വ്യത്യാസം. ഹബീബായ തങ്ങളോട് വന്നയാള് പറഞ്ഞു ഇത് പറയണമെന്ന്. അപ്പോൾ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുകയാണ്.
എന്നാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ഹദാക ബീ ഇന്ന ഹാദദ്ദീന യഅലൂ വലാ യുഅലാ. ഇമാം ബൈഹഖി തങ്ങൾ ഇനി വിശദീകരിച്ച് കുറച്ച് പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നില്ല. മുഅ്ജിസത്തിന്റെ ഒരു ഭാഗം മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ നിലയിൽ 1000 ദൃഷ്ടാന്തങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആശ്ചര്യമായി അത്ഭുതമായി കാണാനുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്ജിസാത്തുകൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. ഇതിന് സമാനമായത് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരാൾക്കും സാധിച്ചില്ല. പ്രവാചകത്വത്തെ നിഷേധിക്കുന്ന ആധുനിക നാസ്തികരെ, ഈ സംഭവങ്ങളെ നിഷേധിക്കാൻ അന്നത്തെ ആരെങ്കിലും തയ്യാറായോ എന്ന് ചരിത്രത്തിൽ നിന്ന് പറയട്ടെ. സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിവിശേഷങ്ങളെ നിരൂപണം നടത്തി എത്രയെത്ര ആളുകൾ കഴിഞ്ഞുപോയി. യൂറോപ്യന്മാരടക്കം ഇത്തരം കാര്യങ്ങൾ എടുത്തുദ്ധരിക്കേണ്ടി വന്നു. കാരണം ചരിത്രപരമായി നടന്ന സംഭവങ്ങളാണിതെല്ലാം. ഒന്നിലേക്ക് കൂടി ഞാനിപ്പോൾ ബുഖാരി ഇമാമിന്റെ കൂടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇമാം ഇബ്നു അസാക്കിർ എന്നവർ ഉദ്ധരിക്കുന്നു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഖസായിസിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ത്വയ്ബ സെന്ററിന്റെ ചാരത്ത് നിന്നുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ്, ഈ പറയപ്പെടുന്ന ഗ്രന്ഥങ്ങളെല്ലാം നമ്മുടെ ലൈബ്രറിയിൽ സൂക്ഷിപ്പുള്ള ഗ്രന്ഥങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏതെല്ലാം മേഖലയിലൂടെ എങ്ങനെയെല്ലാം പറയാം. അർഹമുർ റഹീമായ റബ്ബേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരകോടി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ഈ കേന്ദ്രം നീ ഒരു നിമിത്തമാക്കി തരണേ അല്ലാ. ഇതൊരു കാരണമാക്കണം അല്ലാ. ഇന്ന് നമ്മുടെ ഈ പ്രസംഗത്തിന് മുമ്പ് ആനുകാലിക സംഭവങ്ങൾ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ടോക്ക് ഉണ്ടായിരുന്നു. ചില ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിന്റെ ആദ്യ ഭാഗം നിങ്ങൾക്ക് പിന്നീട് കേൾക്കാൻ കഴിയും. നമ്മുടെ മഖ്ദൂമിയ ദഅവാ കോളേജിലെ മുദർരിസ് ആബിദുൽ ലുത്ഫിയും അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ജുനൈദ് ജൗഹരിയും രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം, അതിൽ പുതിയ കാലത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠഭാഗങ്ങളെ ചേർത്തുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് അവര്. അതെവിടെയും എത്തിയിട്ടില്ല. പ്രാഥമികമായ ഒരു അവലോകനം. ഇതുപോലെ ഏതെല്ലാം മേഖലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാം, തങ്ങളെ വായിക്കാം, പുതിയ കാലത്തോട് നമുക്ക് ചേർത്ത് വെക്കാം. കാരണം എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തിൽ നിന്നുള്ളതാണ്. അതേ ഞാൻ പറഞ്ഞു വന്നത് മുഅ്ജിസത്തിന്റെ അധ്യായമായതുകൊണ്ട് അതിലേക്ക് വരാം. ഇമാം ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ലമ്മാ ഫതഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ ജയിച്ചടക്കിയപ്പോൾ അതാ അസാബ ഫീഹാ ഹിമാറൻ അസ്വദ്, അവിടെ ഒരു കറുത്ത ഒരു കഴുതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചു. ഫകല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹിമാറ, ആ കഴുതയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു. ഫകല്ലമഹുൽ ഹിമാർ, ആ കഴുത നബി തങ്ങളോട് തിരിച്ചും സംസാരിച്ചു. ഹബീബായ തങ്ങൾ ചോദിച്ചു, മസ്മുക, നിന്റെ പേരെന്താണെന്ന് കഴുതയോട് ചോദിച്ചു. ഖാല യസീദ് ബിൻ ശിഹാബ്, എന്റെ പേര് യസീദ് ബിൻ ശിഹാബ് എന്നാണ്. എന്നിട്ട് ആ കഴുത പറയാണ്, അഖറജല്ലാഹു തആല മിൻ നസ്ലി ജദ്ദി 60 ഹിമാറാ, എന്റെ പിതൃ പരമ്പരയിൽ നിന്ന് 60 കഴുതകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. കുല്ലുഹും ലാ യർകബുഹു ഇല്ലാ നബിയ്യുൻ, അത് ആ കഴിഞ്ഞുപോയ പരമ്പരയിലെ ഓരോ കഴുതകളെയും വാഹനമേറിയത് പ്രവാചകന്മാരാണ്. ഇപ്പോൾ ഞാൻ തങ്ങളുടെ അടുക്കലാണുള്ളത്, തങ്ങൾ എന്നെ വാഹനമായി ഉപയോഗിക്കുമോ? ലം യബ്ഖ മിൻ നസ്ലി ജദ്ദി ഗൈരി,
അല്ലയോ ഹബീബായ തങ്ങളെ, എൻ്റെ വലിയുപ്പാന്റെ പരമ്പരയിൽ നിന്ന് ഞാനേ ഇനിയുള്ളൂ, പ്രവാചക പരമ്പരയിൽ ഇനി തങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തങ്ങൾ എന്നെ ഒന്ന് സ്വീകരിക്കുമോ? ഖദ് കുന്തു ഖബ്ലക ലിറജുലി യഹൂദിയൻ, ഞാൻ നേരത്തെ ഒരു ജൂതന്റെ ഉടമസ്ഥതയിലായിരുന്നു. അയാൾ എന്നെ മനഃപൂർവ്വം ആക്രമിക്കുമായിരുന്നു, അയാൾ എന്നെ ശല്യപ്പെടുത്തുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കഴുതയ്ക്ക് പേര് വെച്ചു. فقال له النبي صلى الله عليه وسلم فأنت يعفور. ഇന്നലെ നാം ഖസ്വ എന്ന ഒട്ടകത്തിന്റെ കഥയാണ് പറഞ്ഞതെങ്കിൽ ഇന്നൊരു കഴുതയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേര് വെച്ചു. തങ്ങൾ കുതിരപ്പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, കോവർ കഴുതയുടെ മേലെ യാത്ര ചെയ്തിട്ടുണ്ട്, കഴുതയുടെ മേലെയും യാത്ര ചെയ്തിട്ടുണ്ട്. അതാത് സന്ദർഭങ്ങളിൽ വേണ്ടപ്പോഴുള്ള വാഹനത്തിൽ ലഭ്യമായതിലാണ് യാത്ര ചെയ്തത്. ഹദീസിൽ കാണാം, അലാ ബഗലതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കോവർ കഴുതയുടെ മേലെയാണ് അപ്പോൾ യാത്ര ചെയ്തത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്ന നിവേദനത്തിൽ കാണാം, ഇതുപോലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യത്യസ്ത വാഹനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. മിഅ്റാജിന്റെ രാത്രിയിൽ ബുറാഖിലാണ് യാത്ര ചെയ്തത്. അത് സ്പെഷ്യൽ യാത്രയാണ്, അത് സ്പെഷ്യൽ വാഹനമാണ്. ഹബീബായ തങ്ങളുടെ ചരിത്രം പറയുമ്പോൾ ഇത്ര കൃത്യമായി ലോകത്തിന് മുമ്പിൽ പറയാൻ കഴിയുന്നു. കാരണം തങ്ങളൊരു കഥാപാത്രമല്ല, ഏതോ ഒരു നോവലിലെ കേവലമായ കാൽപ്പനിക വ്യക്തിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്പൂർണ്ണ ചരിത്രത്തിലെ വ്യക്തിമുദ്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹിസ്റ്ററിക്കൽ പേഴ്സണാലിറ്റിയാണ് എന്നത് മാത്രം മതി ഇന്നത്തെ വിമർശകന്മാരുടെ എല്ലാ വിമർശനത്തിനും മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്പൂർണ്ണമായ ഒരു ചരിത്ര വ്യക്തിയാണ്, അല്ലാതെ എവിടെന്നെങ്കിലും ഒരു കഥയിൽ വന്നതല്ല, കാൽപ്പനികതയിൽ വന്നതല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകം വായിക്കട്ടെ, അവിടുത്തെ ചരിത്രം അറിയട്ടെ. അവിടുന്ന് എപ്പോൾ എവിടെ എങ്ങനെ ഉണ്ടായി എന്ന് ചരിത്രത്തിലുണ്ട്. അൽഹംദുലില്ലാഹ് 1000 വോള്യത്തോളം ഗ്രന്ഥം നമ്മുടെ ലൈബ്രറിയിലുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വ്യത്യസ്ത മേഖലയിലൂടെ വായിച്ചവർ, പഠിച്ചവർ, അവതരിപ്പിച്ചവർ, ഇതാണ് അതിലെല്ലാം ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമൊഴികൾ, അവിടുത്തെ ചലനങ്ങൾ, വചനങ്ങൾ എല്ലാം രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഅൻത യഅഫൂർ, നിന്റെ പേര് യഅഫൂർ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവേകപൂർണമായി പെരുമാറിയതാണ് ഈ കഴുത. അതുകൊണ്ടാണ് ഫൈദാ ഖറജ ഇലൈഹി, ഹദാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യബ്അസു ബിഹി ഇലാ ബാബിർ റജുലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെങ്കിലും വിളിക്കണമെങ്കിൽ അവരുടെ വീട്ടുവാതിൽക്കലേക്ക് ഈ കഴുതയെ പറഞ്ഞേക്കും. ഫയഅതിൽ ബാബ ഫയഖറഉഹു ബിറഅസിഹി, ആ വീട്ടുകാരന്റെ വാതിൽക്കൽ പോയി തല കൊണ്ടിത് തട്ടും. ഫൈദാ ഖറജ ഇലൈഹി സാഹിബുദ്ദാരി, വീട്ടുകാരൻ പുറത്തേക്ക് വന്നാൽ ഔമ ഇലൈഹി അൻ അജിബ് റസൂലല്ലാഹ്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഹാജരാകാൻ വേണ്ടി ഈ യഅഫൂർ ആംഗ്യം കാണിക്കും. നബി തങ്ങൾക്ക് വേണ്ടി ആളെ വിളിക്കാൻ പോകുന്ന കഴുതയായിരുന്നു. ഇതൊക്കെ പുതിയ പെറ്റ്സിന്റെ ലോകത്ത് നമ്മൾ കൂടുതലൊന്നും പറയേണ്ടതില്ല. ഇന്ന് പെറ്റ്സിന്റെ ഭ്രാന്ത് പിടിച്ച കാല. സ്വന്തം മക്കളെ നോക്കാൻ, വാപ്പാനെ നോക്കാൻ, ഉമ്മാനെ നോക്കാനൊന്നും നേരല്ല. ലക്ഷങ്ങൾക്ക് പൂച്ചയെ നായൊക്കെ മേടിച്ച് നോക്കുന്ന കാലം. സ്വന്തം വാപ്പനെ ഉമ്മനെ സംരക്ഷിക്കാൻ നേരമില്ല. യത്തീംഖാനയിലേക്ക് വന്ന സഹായം ചോദിച്ചാൽ കൊടുക്കാൻ ആളില്ല. ലക്ഷങ്ങളുടെ പൂച്ച ഉണ്ടാവും, നായ ഉണ്ടാവും വീട്ടിൽ. അതിന് പ്രത്യേക ടോയ്ലറ്റ്, അതിന് പ്രത്യേക ഫുഡ്, അതിന് പ്രത്യേക ബോർഡിങ് എല്ലാം ഉണ്ടാവും. ഒരിക്കൽ ഗൾഫിൽ ചെന്നപ്പോൾ അയാളെ കാത്തിരുന്നപ്പോൾ അയാൾ വരാൻ വൈകി.
എവിടെയായിരുന്നു? അയാൾ അടുത്ത ദിവസം നാട്ടിൽ പോവാണ്. അതുകൊണ്ട് അയാൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന പൂച്ചയെ ബോർഡിങ്ങിലാക്കാൻ വേണ്ടി പോയതാണ്. ദിവസം 200-250 റിയാൽ കൊടുത്തിട്ട് ബോർഡിങ്ങിൽ നിർത്തിയിട്ടാണ് വരുന്നത്. ഒരു പൂച്ചയെ നാട്ടിൽ ലീവ് കഴിഞ്ഞ് തിരിച്ചു ചെല്ലുന്നത് വരെ പൈസ കൊടുത്ത് നോക്കാൻ ഏൽപ്പിച്ചിട്ട് വരിക ബോർഡിങ്ങിൽ. അതിനെ സംരക്ഷിക്കുന്ന പെറ്റ്സ് ബോർഡിങ്ങിലാക്കാൻ. അതേ സമയത്ത് യത്തീംഖാനയ്ക്ക് വന്ന ഒരു 10 രൂപ കൊടുത്ത് പറഞ്ഞു വിടും. ജീവികളോട് കാരുണ്യം വേണ്ടെന്നല്ല, എന്നാൽ അമിതമായ ഇത്തരം ഇസ്രാഫുകൾ, അതിലൂടെ ഒരുപാട് അപകടങ്ങൾ വരുന്നുണ്ട്. പെറ്റ്സ് നായകളിലൂടെ നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി നായയാക്കാം, എന്നാൽ നായയുടെ മാലിന്യ സ്വഭാവം പഠിക്കാതെ ഇന്ന് കിടപ്പറയിൽ നായയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന യൂറോപ്പിന്റെ സംസ്കാരത്തെ കടമെടുത്ത മുസ്ലിം സഹോദരന്മാരുള്ള കാലമാണ്. ഇന്നാലില്ലാഹ്. പെറ്റ്സ് നായകൾ പിരാന്ത് രാവിലെ ഇങ്ങനെ നടക്കുന്നതാണ്. ചിലതൊക്കെ അടക്കം മോട്ട് കാണിച്ച് മുതലാളിയെ തന്നെ കടിക്കാറുണ്ട്. അപ്പൊ ഇതൊരു ഭ്രാന്തിന്റെ ലോകമായി മാറി. ആരോടാണ് കാരുണ്യം കാണിക്കേണ്ടത്? ആരോടാണ് കരുണയുണ്ടാവേണ്ടത്? ഇതൊന്നുമില്ല. ഓരോരുത്തർക്കുമുള്ള ചെലവുകൾ പോലീസ് നായക്ക് അതിൻ്റെതായ രീതിയിൽ പരിപാലിക്കണം, അത് വേണ്ടെന്നല്ല. അതിവിടെ കുറ്റാന്വേഷണത്തിന്, അതുപോലെ തന്നെ തെളിവുകൾ കണ്ടെത്താൻ അള്ളാഹു അവരിൽ പ്രത്യേകമായ സിദ്ധി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ മതത്തിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാലത്ത് ഞാൻ ഈ പറയുന്ന സംഭവങ്ങളിൽ അത്യുക്തി തോന്നാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത്, അതിന് പ്രത്യേകിച്ച് ഭൗതിക പ്രമാണം ആവശ്യമില്ല. എന്നാലും അനുവാചകന് ബോധ്യമാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വീട്ടുകാരൻ പുറത്തേക്ക് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഅഫൂർ എന്ന കഴുത വന്ന വാതിൽക്കൽ മുട്ടി വീട്ടുകാരൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ആംഗ്യം കാണിക്കും. മുത്തുനബി തങ്ങൾ വിളിക്കുന്നുണ്ട്. അപ്പൊ വീട്ടുകാരന് മനസ്സിലാകും നിബിതങ്ങൾ പറഞ്ഞു വിട്ടതാണ് ഇതിനെ. അവർ ചെല്ലും. അത്രയും അനുസരണയുള്ള കഴുത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ. എന്നാൽ ഇന്നലെ നാം ഖസ്വാഇനെ പറഞ്ഞതുപോലെ ഫലമ്മാ ഖുബില റസൂലുള്ളാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹബിഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ജാഅ ഇലാ ബിഇരിൻ കാനത് ലിഅബിൽ ഹൈസം ഇബ്നു തയ്ഹാൻ, അതാ അബുൽ ഹൈസം ഇബ്നു തയ്ഹാൻ എന്ന സ്വഹാബിയുടെ കിണറിന്റെ അടുക്കൽ വന്നു. പാതിരാത്രിയുടെ പഴുതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളും വിഷണ്ണരായി വന്നപ്പോൾ ആതിഥ്യം കൊടുത്ത സ്വഹാബിയാണ് അബുൽ ഹൈസം തയ്ഹാൻ എന്ന സ്വഹാബി. ആ സ്വഹാബിയുടെ കിണറിന്റെ അടുക്കൽ വന്നു. ഫതറദ്ദാ ഫിഹാ ജസഅൻ അലാ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് താങ്ങാനാവാതെ യഅഫൂർ എന്ന കഴുത അവിടെ വീണങ്ങ് മരിച്ചുപോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്ത യഅഫൂറിന് കഴിഞ്ഞില്ല. തങ്ങളുടെ വിയോഗത്തിനു ശേഷം മദീനയിൽ ജീവിക്കാൻ ഖസ്വാഇന് കഴിഞ്ഞില്ല. മദീനയിൽ പിന്നെ ജീവിക്കാൻ ബിലാൽ തങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നെ മദീനയിൽ നിൽക്കാൻ അനസ് ബിൻ മാലിക് തങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നെ മദീനയിൽ നിൽക്കാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ 3 കൊല്ലം ജീവിച്ചെങ്കിലും വഫാത്തിന്റെ കാരണം എന്താണെന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞത് വഫാത്തു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തു തന്നെ, വേറെ ഒരു കാരണവും കാണാനില്ല. അതല്ലേ മഹാനായ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ദഅനി വ വസ്ഫിയ
യാതില്ലഹു ളഹറത് ളുഹൂറ നാരിൽ ഖീറാ ലൈലൻ അലാ അലമീ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസാത്തുകൾ പ്രസ്പഷ്ടമായി ലോകത്തിന് മുമ്പിൽ വ്യക്തമാണ്. അവകളെയെല്ലാം ഞാനൊന്ന് ക്രോഡീകരിച്ചെഴുതാൻ തുടങ്ങിയാൽ അത് മനോഹരമായൊരു മാല്യമാണ്. എന്നാൽ ഞാൻ ക്രോഡീകരിച്ചില്ലെന്നു കരുതി അതിൻ്റെ ഭംഗിക്ക് യാതൊരു കുറവുമില്ല. അങ്ങനെയുള്ള മുഅ്ജിസാത്തുകളെ എണ്ണുമ്പോൾ മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം അനുരാഗത്തിൽ ചാലിച്ചുകൊണ്ട് മഹാനവറുകൾ എഴുതി. ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ ജീവിതകാലത്ത് അവസാനിച്ചതല്ല, വഫാത്തിനു ശേഷവും തുടരുന്നതാണ്. അതിലേറ്റവും പ്രകടമായത് പരിശുദ്ധമായ ഖുർആനാണ്. ഖുർആൻ സംബന്ധമായ തെളിവുകൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാം. അർ-റഹ്മാൻ, റഹ്മാനായ അല്ലാഹു തആല അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അല്ലാഹു തആല അലമായി വച്ചിരിക്കുകയാണ്, വിലാസമായി വച്ചിരിക്കുകയാണ്. മുഫസ്സിറുകളിൽ ചിലർ പറഞ്ഞ വ്യാഖ്യാനം അങ്ങനെയാണ്. ഖുർആനിനെ അഭ്യസിപ്പിച്ചു എന്ന വ്യാഖ്യാനമുണ്ട്. അല്ലമൽ ഖുർആൻ, അതിനെ അലമായി വച്ചിരിക്കുകയാണ്, അടയാളമാക്കി വച്ചിരിക്കുകയാണ്. അതാണ് ളുഹൂറനാരിൽ ഖീറാ ലൈലൻ അലാ അലമീ. ബുസ്രി ഇമാം തങ്ങൾ അവിടെ പറഞ്ഞ അലമ അതാണ്. ഏതായാലും ശരി, ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിൻ്റെ ഓരോ ദിവസവും അവസാനിക്കുന്നത് ഒന്നുകിൽ ഹബീബായ തങ്ങളിലേക്കുള്ള ആത്മീയ ദർശനമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ചാരത്തേക്ക് ചേരലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനം പ്രാപിക്കലാണ്. അതിലേക്ക് ഞാനൊന്ന് ചേർത്തു പറയട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ ഹളറ അബൂബക്കർ സിദ്ദീഖ് അൽ മൗതു, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് മരണമാസന്നമായപ്പോൾ ദഅ ഉമറുൽ ഫാറൂഖ് തങ്ങളെ വിളിച്ചു. ഉമറുൽ ഫാറൂഖ് തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹ യാ ഉമർ, ഓ ഉമറേ, അല്ലാഹുവിനെ സൂക്ഷിച്ചോളണേ. ഓ ഉമറേ, അല്ലാഹുവിനെ പകലിൽ ചില കർമ്മങ്ങളുണ്ട്, ലാ യഖ്ബലുഹു ബില്ലൈലി, അത് രാത്രിയിൽ സ്വീകരിക്കുകയില്ല. വഅമലൻ ബില്ലൈലി ലാ യഖ്ബലുഹു ബിന്നഹാരി, രാത്രിയിൽ ചില കർമ്മങ്ങളുണ്ട്, അത് പകലിൽ സ്വീകരിക്കുകയില്ല. വഅന്നഹു ലാ യഖ്ബലു നാഫിലതൻ, അവിടുന്ന് ഐച്ഛികമായ സുന്നത്തായ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. ഹത്താ തുഅദ്ദിയ ഫരീളതഹു, അതിൻ്റെ നിർബന്ധ കർമ്മങ്ങൾ നിർവഹിച്ചാലല്ലാതെ. ഓ ഉമറേ, സൽക്കർമ്മങ്ങൾക്ക് ഭാരമുണ്ടെങ്കിലേ ഖിയാമത്ത് നാളിൽ തുലാസിൽ ഭാരമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്ത് വെച്ചുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്തോളണേ. ഈ ലോകത്ത് സൽക്കർമ്മങ്ങൾ കുറവാണെങ്കിൽ ആഖിറത്തിലെ മീസാനിൽ തൂങ്ങാനൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സൂക്ഷിച്ചോളണേ. എന്നിട്ടോ വദക്കറ അഹ്ലൽ ജന്നതി, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാരെ കുറിച്ച് പറഞ്ഞു. വദക്കറഹും ബിഅഹ്സനി അഅമാലിഹിം, അല്ലാഹു അവരുടെ സൽക്കർമ്മങ്ങളെയാണ് എണ്ണി പറഞ്ഞത്. വതജാവസ അൻ സയ്യിഇഹി, അല്ലാഹു തആല അവരുടെ പാപങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഓ ഉമറേ, നരകക്കാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോൾ അവരുടെ മോശം കർമ്മങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ ഓരോന്നോരോന്ന് വിശദീകരിച്ചിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞു, ഓ ഉമറേ, നിങ്ങൾ ഈ വസിയ്യത്തൊക്കെ സൂക്ഷിച്ചോളണേ.
മരണം നിങ്ങൾക്കും വരും, അതോർത്തുകൊള്ളണേ, എൻ്റെ വസിയ്യത്ത് നഷ്ടപ്പെടുത്തല്ലേ എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വസിയ്യത്തെല്ലാം പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായി. ഇർതജ്ജത്തിൽ മദീനത്തു ബിൽ ബുകാഇ, മദീന മുഴുവനും കരഞ്ഞ് നിലവിളിച്ച് പ്രകമ്പനം കൊള്ളാൻ തുടങ്ങി. വദഹിശൽ ഖൗമു കയൗമ മൗതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിൽ പിന്നെ അതുപോലെ ഒരു ദുഃഖത്തിന്റെ ദിവസം മദീനയിൽ വന്നത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായപ്പോഴാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വസിയ്യത്ത് ചെയ്തു. വഔസാ അൻ തഗ്സിലഹു സൗജതുഹു, ഭാര്യയോട് ജനാസ കുളിപ്പിക്കാൻ വസിയ്യത്ത് ചെയ്തിരുന്നു. അസ്മാ ബിൻത് ഉമൈസ് എന്നവരാണ് ജനാസ കുളിപ്പിച്ചത്. ഫഹിയ അവ്വലു ഇംറഅത്തിൻ ഗസലത് സൗജഹാ, ആദ്യമായി ഭർത്താവിന്റെ ജനാസ കുളിപ്പിച്ച ഭാര്യയാണ് മഹദിയായ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹാ. ഇസ്ലാമിലെ ആദ്യത്തെ സംഭവമാണ്. എന്നിട്ട് അയ്യുദ്ഫന ഇലാ ജംബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് മറമാടാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തു. വഖാല, ഈ സംഭവം സാധാരണ ഞങ്ങൾ പറയാറുണ്ട്, ഒരുപക്ഷെ സ്നേഹപ്രപഞ്ചത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനിയുള്ള പരാമർശം ഞാൻ ആദ്യമായി സ്നേഹപ്രപഞ്ചത്തിൽ പറയുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഇദാ അനമിത്തു, ഞാൻ മരണപ്പെട്ടു പോയാൽ ഫജീഉ ബി അലൽ ബാബ്, എന്റെ ജനാസ കൊണ്ടുപോയി മുത്തുനബി തങ്ങളുടെ കവാടത്തിൽ വെക്കണം. യഅനി ബാബൽ ബൈത്തില്ലദീ ഫീഹി ഖബറു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ശരീഫുള്ള റൂമിന്റെ വാതിൽക്കൽ കൊണ്ടുവെക്കണം. ഫദ്ഫഊഹു, എന്നിട്ട് ആ വാതിൽ നിങ്ങളൊന്ന് മുട്ടണം. ഫൈൻ ഫുതിഹ ലകും, ആ വാതിൽ തുറക്കപ്പെട്ടാൽ എന്നെ അവിടെ മറമാടണേ. ഖാല ജാബിറുൻ, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫന്തലഖ്നാ ഫദഫഅനൽ ബാബ, ഞങ്ങൾ പോയി മുത്തുനബി തങ്ങളുടെ ഹുജ്റത്തു ശരീഫയുടെ വാതിലൊന്ന് മുട്ടി. വഖുൽനാ, എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഹാദാ അബൂബക്കറിൻ സിദ്ദീഖ് ഖദ് ഇഷ്തഹാ അൻ യുദ്ഫന ഇൻദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് സിദ്ദീഖുൽ അക്ബറാണ് നബിയേ, അവിടുത്തെ ചാരത്ത് മറമാടപ്പെടാൻ മോഹത്തിലാണ് നബിയേ എന്ന് ഞങ്ങൾ പറഞ്ഞു. ഫഫുതിഹൽ ബാബു, വാതിൽ തുറക്കപ്പെട്ടു. വലാ നദിരീ മൻ ഫതഹ ലനാ, ആരാണ് ആ വാതിൽ തുറന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. വഖാല ലനാ, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഉദ്ഖുലൂ അദ്ഖിലൂ, നിങ്ങൾ പ്രവേശിപ്പിച്ചോളൂ. കറാമത്തൻ, ആദരപൂർവം കൊണ്ടുവന്ന് ഖബറടക്കിക്കോളൂ. വലാ നറാ ശഖ്സൻ വലാ ശൈആ, ഒരാളെയും ഒരു വസ്തുവിനെയും ഞങ്ങൾ അവിടെ കണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജ്റത്തു ശരീഫയുടെ വാതിൽക്കൽ കൊണ്ടുവന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ തിരുശരീരം വെച്ച് വാതിലൊന്ന് മുട്ടിയപ്പോൾ അവിടെ ഒരാളെയും കാണാനില്ല. ആരാണ് വാതിൽ തുറന്നത് അറിയില്ല, ആരാണ് ഞങ്ങൾക്കുത്തരം ചെയ്തത് അറിയില്ല. അതെ, മറ്റൊരു നിവേദനത്തിൽ കാണാം, അതെ, ഹബീബിനെ ഹബീബിലേക്ക് ചേർത്തോളൂ എന്നൊരു ശബ്ദമാണ് ഞങ്ങൾ കേട്ടത്. വസല്ലാ അലൈഹി ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് ജനാസ നിസ്കരിച്ചത്. ഫീ മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മസ്ജിദുൻ നബവിയിൽ മാ ബൈന ഖബരി വ മിൻബരി റൗദത്തും മിൻ റിയാദിൽ ജന്നയിൽ വെച്ചാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ
ജനാസ നിസ്കരിച്ചത്. വഹുമില അലസ്സരീരില്ലദീ ഹുമില അലൈഹി റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം ഏതൊരു കട്ടിലിൽ കിടത്തിയാണോ ഉയർത്തിക്കൊണ്ടുവന്ന് വെച്ചത്, അതേ കട്ടിലിൽ തന്നെയാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ശരീരവും കിടത്തിയത്. വഹുവ സരീറു ആയിഷ റളിയല്ലാഹു അൻഹാ. അത് ആയിഷ ഉമ്മന്റെ വീട്ടിലുള്ള മുത്തുനബി തങ്ങളുടെ കട്ടിലായിരുന്നു. ആ കട്ടിലിൽ കിടത്തിയിട്ടാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ തിരുജനാസ വഹിച്ചവിടെ കൊണ്ടുവന്നത്. ഓ മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിന്റെ ഉള്ളിൽ ജീവനോടെ കിടന്ന് സ്വീകരിച്ചതല്ലേ. ഇതുപോലെ തന്നെ ഉമറുൽ ഫാറൂഖ് തങ്ങളെയും സ്വീകരിച്ചു എന്ന് ഷറഫുൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിലില്ലേ. ഹബീബായ തങ്ങൾ അവിടെ തന്നെ ഹയ്യുൻ ഫീ ഖബരിഹി, ഖബറിന്റെ ഉള്ളിൽ ജീവനോടെയുണ്ട്, വിശ്വാസികളെ സ്വീകരിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ സദസ്സും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്കൊന്ന് ചേർത്ത് വെച്ച് അവിടുത്തെ പൊരുത്തം കിട്ടി. നാളെ ഏതായാലും ഏതെങ്കിലും ഒരു കൊല്ലം ഇതിൽ സംസാരിക്കുന്ന ഞാൻ ഉണ്ടാവില്ല. കേൾക്കുന്നവർ മാറി മാറി വരും. എല്ലാവരും ഈ ലോകത്തോട് യാത്രയാകും. നാളെ ആഖിറത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളൊരു കരുത്തു സ്വത്തായി, ഒരു വലിയ സമ്പാദ്യമായി ഈ പറയുന്ന മഹത്തുക്കളുടെ, മഹാന്മാരായ ഇമാമുകളുടെ മഹനീയമായ ബർക്കത്ത് കൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഞങ്ങളെ ഒന്ന് ചേർത്തു തരണം. അല്ലാഹ് ചമക് തുജ്സേ പാത്തേ ഹേ സബ് പാനെ വാലേ, മേരാ ദിൽ ഭീ ചമകാ ദേ ചമകാനെ വാലേ. ഓ ഹബീബായ തങ്ങളെ, അവിടുന്ന് എത്രയെത്ര സ്ഥലങ്ങളാണ് പ്രദീപ്തമാക്കി മാറ്റിയത്, പ്രശോഭിതമാക്കി മാറ്റിയത്. എൻ്റെ ഹൃദയത്തിലേക്കും ഒന്ന് നോക്കിയിട്ട് ഖൽബൊന്ന് പ്രകാശിപ്പിച്ചു തരണേ എന്നിമാമേ അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറഞ്ഞ വരി ബർക്കത്തിനു വേണ്ടി ഞങ്ങളുടെ ഖൽബുമൊന്ന് പ്രകാശിതമായി കിട്ടാൻ. ഡാൽ ദേ ഖൽബ് മേ അസമത്തെ മുസ്തഫ, സർക്കാർ ദോ ആലം പേ ലാഖോ സലാം. ഹബീബായ തങ്ങളോടുള്ള അളമത്തൊന്ന് കൽബിൽ ചേർത്ത് തന്ന്, മഹബത്തൊന്ന് വർദ്ധിപ്പിച്ചു തന്ന്, അവസാനം ഈ ലോകത്തിൽ നിന്ന് മരിക്കുമ്പോ ഒരു കടബാധ്യതയുമില്ലാതെ, ഒരാളോടുമുള്ള ബാധ്യതകൾ ബാക്കി വെക്കാതെ, നിന്റെ ലിഖാഇന് പറ്റുന്ന നിലക്ക് മുത്തുനബി തങ്ങളുടെ ചിരിക്കുന്ന മുഖമൊന്ന് കണ്ട് ഇവിടുന്നൊന്ന് യാത്രയാകാനുള്ള മോഹമുണ്ട്. കുറെ കാലം ഇവിടെ ജീവിച്ചിട്ട് വലിയ കാര്യമുണ്ടോന്നറിയില്ല. മൻ ത്വാല ഉംറുഹു വകസുറ അമലുഹു, സ്വാലിഹായ അമൽ ചെയ്യുന്ന മുത്തഖീങ്ങൾക്ക് അത് വലിയ ഖൈറാണ്. ഞങ്ങൾക്ക് ജീവിക്കുന്ന കാലം സ്വാലിഹായ അമലുകൾക്ക് തൗഫീഖ് നൽകി, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകി. ഞങ്ങൾ ഈ ത്വയ്ബാ സെന്ററിൽ നിന്ന് മുത്തുനബി തങ്ങളെ ഇൽഹാർ ചെയ്യാൻ പ്ലാനിട്ട പല പദ്ധതികളുമുണ്ട്. ഞങ്ങൾക്കതിന് ഹേതുകമാക്കി, നിമിത്തമാക്കി തന്ന് മരിക്കുന്ന സമയത്ത് ഒന്നും ഒരു പിടിവള്ളിയുമില്ലാതെ എല്ലാവരും കൈവലയുന്ന നേരത്ത് ഞങ്ങൾക്കൊരു പിടിവള്ളിയായി ഹബീബായ തങ്ങളെ തരണം അല്ലാഹ്. അവിടുത്തോടുള്ള ഇഷ്ക് ഞങ്ങളിൽ ചേർത്ത് ലയിപ്പിച്ചു തരണം അല്ലാഹ്.